ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ സദയം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെൽ ഐക്കൺ അമർത്തുക. ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സദയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. 1199 കർക്കിടക മാസം 32-ാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് 7:44 പൂരാടം നക്ഷത്രത്തിലാണ് ചിങ്ങസംക്രമം. കൊല്ലവർഷം 1200-ാം ആണ്ട് എന്തൊക്കെ അനുഭവങ്ങളാണ് ഓരോരുത്തർക്കും സമ്മാനിക്കുന്നത് എന്നാണ് ഇവിടെ പരിശോധിക്കുന്നത്. 2.5 വർഷം കൂടുമ്പോൾ രാശി മാറുന്ന ശനിക്കും 1.5 വർഷം കൂടുമ്പോൾ രാശി മാറുന്ന രാഹു കേതുക്കൾക്കും ഈ വർഷം രാശിമാറ്റം സംഭവിക്കുന്നുണ്ട്. 1200 മീനം 15-ാം തീയതി, 2025 മാർച്ച് 29 ശനി കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്കും, മേടം 31-ാം തീയതി, 2025 മെയ് 14 വ്യാഴം ഇടവത്തിൽ നിന്നും മിഥുനം രാശിയിലേക്കും, ഇടവം 5-ാം തീയതി, 2025 മെയ് 19 രാഹു കുംഭം രാശിയിലേക്കും കേതു ചിങ്ങൻ രാശിയിലേക്കും സംക്രമിക്കുന്നു. കൂടാതെ കുജൻ ശരാശരി 45 ദിവസം കൂടുമ്പോഴും, ബുധൻ 14 ദിവസം കൂടുമ്പോഴും, ശുക്രൻ 24 ദിവസം കൂടുമ്പോഴും സാധാരണഗതിയിൽ രാശിമാറ്റം സംഭവിക്കുന്നു. ഗ്രഹങ്ങളുടെ ഈ രാശിമാറ്റങ്ങളുടെ പശ്ചാത്തലത്തിൽ കൊല്ലവർഷം 1200-ാം ആണ്ട് ചിങ്ങം 1 മുതൽ കർക്കിടകം 32 വരെ, 2024 ഓഗസ്റ്റ് 17 മുതൽ 2025 ഓഗസ്റ്റ് 16 വരെയുള്ള ഒരു വർഷക്കാലത്തെ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളിലും ജനിച്ചവരുടെ സമ്പൂർണ്ണ ഫലങ്ങളാണ് ഇവിടെ വിലയിരുത്തുന്നത്. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ വർഷം പൊതുവെ അനുകൂലമാണ്. തൊഴിൽ രംഗത്ത് അഭിവൃദ്ധിയും സാമ്പത്തിക ഗുണവും ഉണ്ടാകും. കുടുംബസുഖം അനുഭവപ്പെടും. കർമ്മരംഗം തൃപ്തികരമായിരിക്കും. ഏതു പ്രവൃത്തിയിലും കഴിവ് പ്രദർശിപ്പിക്കും. പ്രവർത്തന മേഖലയിൽ തടസ്സങ്ങളെ അതിജീവിച്ച് മുന്നേറാൻ കഴിയും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. ഏറ്റെടുക്കുന്ന ദൗത്യങ്ങൾ വിജയപഥത്തിൽ എത്തിക്കുവാൻ സാധിക്കും. കുടുംബജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും അനുഭവപ്പെടും. അശ്രദ്ധ കൊണ്ട് വീഴ്ചയോ ശരീരത്തിൽ മുറിവുകളോ ഉണ്ടാകാം. സൂക്ഷ്മത കുറവുകൊണ്ട് വാഹന അപകടത്തിനും സാധ്യതയുണ്ട്. ഉദ്യോഗസ്ഥർക്ക് അധ്വാനഭാരവും ചുമതലകളും കൂടുതലുള്ള സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ഉണ്ടാകും. നിരവധി കാര്യങ്ങൾ ഏറ്റെടുക്കേണ്ട സാഹചര്യം വന്നുചേരും. സന്താനങ്ങളിൽ നിന്ന് ആശ്വാസവും അഭിമാനവും സുരക്ഷിതത്വബോധവും ലഭിക്കും. ഭൂമി അധീനതയിൽ വരും. പുതിയ വീട് വാങ്ങുന്നതിനും യോഗമുണ്ട്. വീട് മോടി പിടിപ്പിക്കുകയോ അറ്റകുറ്റപ്പണികൾ നടത്തുകയോ ചെയ്യും. പിതൃസ്വത്ത് അനുഭവയോഗ്യമാകും. ദാമ്പത്യ ജീവിതത്തിൽ അനുകൂലമായി അന്തരീക്ഷം സംജാതമാകുവാൻ പരസ്പരം വിട്ടുവീഴ്ച മനോഭാവം വേണ്ടിവരും. സുതാര്യവും നീതിയുക്തവുമായ സംസാരശൈലി ആദരങ്ങൾക്ക് വഴിയൊരുക്കും. ആഗ്രഹിച്ച വിദേശയാത്ര സഫലമാകും. സന്താനങ്ങൾക്കായി കാത്തിരിക്കുന്നവർക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടാകും. സാമൂഹ്യ സേവന രംഗത്തെ പ്രവർത്തനങ്ങൾ മനസ്സംതൃപ്തിക്കും അംഗീകാരത്തിനും വഴിയൊരുക്കും. പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കും. ആത്മവിശ്വാസം വർദ്ധിക്കും. ഉത്സാഹവും കാര്യനിർവഹണശേഷിയും മികച്ച പ്രവർത്തനക്ഷമതയ്ക്ക് വഴിയൊരുക്കും. സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്കും ആഡംബരത്തിനും പണം ചെലവഴിക്കും. വിദേശത്ത് തൊഴിൽ തേടുന്നവർക്ക് ആഗ്രഹം സഫലമാകും. സാഹിത്യകാരന്മാർക്ക് അവാർഡും അംഗീകാരവും ലഭിക്കും. കലാകാരന്മാർക്ക് കൂടുതൽ അവസരങ്ങൾ തേടിയെത്തും. സസ്പെൻഷനിൽ കഴിയുന്ന ഉദ്യോഗസ്ഥർക്ക് പുനർനിയമനം ലഭിക്കും. രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തുള്ളവർക്ക് അപമാനഭയം ഉണ്ടായേക്കാം. കലാകായിക രംഗങ്ങളിൽ ഉള്ളവർക്ക് വിദഗ്ധ പരിശീലനം ലഭിക്കും. ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കും സാഹചര്യം അനുകൂലമാണ്. സഹകരണ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് പ്രൊമോഷൻ ലഭിക്കും. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും കാലം അനുകൂലമാണ്. മെഡിക്കൽ മേഖലയിൽ ഉള്ളവർക്കും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. കൂട്ടുകച്ചവടത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ കടന്നുവരാം. പ്രമേഹം, രക്തസമ്മർദ്ദം എന്നീ രോഗമുള്ളവർ ശ്രദ്ധിക്കണം. നേത്രരോഗം, തലവേദന എന്നിവയ്ക്കും സാധ്യതയുണ്ട്. സ്ത്രീകൾക്ക് വിശേഷപ്പെട്ട സമ്മാനങ്ങളും പ്രശസ്തിയും ലഭിക്കും.
മിഥുനം, കന്നി, കുംഭം എന്നീ മാസങ്ങൾ കൂടുതൽ ഗുണകരമാണ്. ഗണപതിയെ ധ്യാനിക്കുക. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ ഗുണകരമായ ഒരു വർഷമാണിത്. ഈശ്വരാനുഗ്രഹം ഏത് കാര്യത്തിലും ഉണ്ടാകും. ഏറ്റെടുക്കുന്ന ജോലികൾ കൃത്യസമയത്ത് ചെയ്തു തീർക്കും. കർമ്മരംഗം പുഷ്ടിപ്പെടും. പ്രതിസന്ധികളിൽ തളരാതെ പ്രവർത്തിക്കാൻ കഴിയും. ആരോഗ്യകാര്യത്തിലും മികച്ച സമയമാണ്. പൊതുരംഗത്ത് ശോഭിക്കും. ഭൂമി ഇടപാടുകളിൽ ലാഭം ഉണ്ടാകും. പുതിയ വീട് വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും. ചില മിത്രങ്ങൾ ശത്രുക്കളാകും. സത്കീർത്തിയും സമൂഹത്തിൽ ആദരവും ലഭിക്കും. ആയുധവും അഗ്നിയും ഉപയോഗിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധ വേണം. വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ കൂടുതൽ ജാഗ്രത വേണം. ദുർവ്യയത്തിനും സാധ്യതയുണ്ട്. പല കാര്യങ്ങളിലും അമിതാവേശത്തോടുകൂടിയാകും പ്രതികരണം. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും. ജീവിത പങ്കാളിയുടെ ആശയങ്ങൾ വിപരീത സാഹചര്യങ്ങളെ അതിജീവിക്കാൻ സഹായകരമാകും. ഭക്ഷ്യവിഷബാധയ്ക്കും സാധ്യതയുണ്ട്. പകർച്ചവ്യാധി പിടിപെടാതിരിക്കാൻ ജാഗ്രത വേണം. അവിവാഹിതർക്ക് നല്ല വിവാഹാലോചനകൾ വന്നുചേരും. സ്ത്രീകൾക്ക് അവർ ഉദ്ദേശിക്കുന്ന ആൾക്കാരെ വിവാഹം കഴിക്കാൻ സാധിക്കും. കമിതാക്കൾ സ്വയം നിശ്ചയിച്ച വിവാഹത്തിൽ നിന്നും പിന്മാറി രക്ഷിതാക്കൾ നിശ്ചയിക്കുന്ന വിവാഹത്തിന് തയ്യാറാകും. തൊഴിൽ തേടുന്നവർക്ക് സഹോദരങ്ങളുടെയോ സുഹൃത്തുക്കളുടെയോ സഹായത്തോടെ ജോലിയിൽ പ്രവേശിക്കാൻ കഴിയും. വിദേശത്ത് തൊഴിൽ തേടുന്നവർക്ക് ആഗ്രഹം സഫലമാകും. സഹപ്രവർത്തകർക്ക് സാമ്പത്തിക സഹായം ചെയ്യും. ഔദ്യോഗിക രംഗത്തെ അനിശ്ചിതാവസ്ഥകൾ മാറും. ഉദ്യോഗസ്ഥർക്ക് ജോലിഭാരം വർദ്ധിക്കും. വിചാരിക്കാത്ത സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ലഭിക്കാനും സാധ്യതയുണ്ട്. സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറി താമസിക്കാൻ തീരുമാനിക്കും. വ്യാപാര വിപണന മേഖലയിൽ അത്ഭുതപൂർവമായ വളർച്ചയും സാമ്പത്തിക നേട്ടവും ഉണ്ടാകും. കരാർ ജോലികളിൽ നിന്നും പ്രതീക്ഷിച്ചതിലുമുപരി സാമ്പത്തിക നേട്ടം ഉണ്ടാകും. ബിസിനസ് രംഗത്ത് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. പുതിയ ചില പദ്ധതികൾ തുടങ്ങാൻ ഒരുങ്ങും. ഒരു പുതിയ വാഹനം, വീട്, ഭൂമി എന്നിവ അധീനതയിൽ വരും. പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കും. കിട്ടാക്കടങ്ങൾ തിരികെ ലഭിക്കും. ചിട്ടിയിലും ലോട്ടറിയിലും ഭാഗ്യദേവത കടാക്ഷിക്കും. സന്താനങ്ങളിൽ നിന്ന് സഹായം ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് ഇഷ്ടവിഷയത്തിൽ ഉപരിപഠനത്തിന് അവസരം ലഭിക്കും. മിഥുനം, കന്നി, ധനു, കുംഭം എന്നീ മാസങ്ങൾ കൂടുതൽ മെച്ചമായിരിക്കും. മഹാലക്ഷ്മിയെ ആരാധിക്കുക. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ വർഷം മേടക്കൂറുകാർക്ക് ഏറെ ഗുണാനുഭവങ്ങൾ ലഭിക്കുമ്പോൾ ഇടവക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായിരിക്കും. പ്രവർത്തനങ്ങൾ ലക്ഷ്യപ്രാപ്തി നേടും. ഏറ്റെടുത്ത ദൗത്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കും. അവിചാരിതമായ തടസ്സങ്ങളെ അതിജീവിക്കാൻ സാധിക്കും. ആഡംബരങ്ങളും ആർഭാടങ്ങളും ഒഴിവാക്കാൻ നിർബന്ധിതരാകും. അശ്രദ്ധ കൊണ്ട് വീഴ്ചയോ മുറിവുകളോ ഉണ്ടായേക്കാം. കുടുംബത്തിൽ എല്ലാവിധ ശ്രേയസ്സും കാണപ്പെടും. കൃഷിയിൽ നിന്നും വാടക ഇനത്തിലും വരുമാനം വർദ്ധിക്കും. വീട് മോടി പിടിപ്പിക്കും. നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ വസ്തുക്കൾ തിരികെ ലഭിക്കും. പുതിയ ഭൂമി കൈവശം വന്നു ചേരും. കടബാധ്യതകൾക്ക് പരിഹാരമാകും. പങ്കാളി മുഖേന ഉന്നതി പ്രതീക്ഷിക്കാം. ദൂരയാത്രകൾ ഉപകാരപ്രദമാകും. ചില പ്രധാനപ്പെട്ട പ്രമാണങ്ങൾ കൈവശം വന്നു ചേരും. തൊഴിൽ രംഗത്ത് വരുമാനം വർദ്ധിക്കും. സുഖഭോഗങ്ങൾക്കായി പണം നിർലോഭം ചെലവഴിക്കും. സ്വന്തം അധ്വാനം കൊണ്ടല്ലാത്ത പണവും അനുഭവയോഗ്യമാകും. സർക്കാർ ആനുകൂല്യങ്ങൾ യഥാസമയം ലഭിക്കും. ഏത് കാര്യവും നൈപുണ്യത്തോടെ നിർവഹിക്കും. എല്ലാ രംഗത്തും ധീരതയും പ്രവർത്തനക്ഷമതയും കാഴ്ചവെക്കും. വിലപ്പെട്ട സമ്മാനങ്ങളോ പ്രശംസാപത്രങ്ങളോ ലഭിക്കും. ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ നിഷ്പ്രയാസം പരാജയപ്പെടുത്താൻ സാധിക്കും. പല കാര്യങ്ങളോടും വികാരപരമായി പ്രതികരിക്കും. വാതുവെപ്പിലും ലോട്ടറിയിലും നേട്ടമുണ്ടാകും. ഗുരുസ്ഥാനീയരുടെ വിയോഗം ഉണ്ടായേക്കാം. ആശുപത്രിവാസത്തിനും യോഗമുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ അനുകൂലമായ അന്തരീക്ഷം സംജാതമാകും. പ്രണയകാര്യങ്ങൾ ഉദാസീനമാകും. അകന്നു നിന്ന ദമ്പതിമാർക്ക് വീണ്ടും ഒരുമിക്കാൻ അവസരം സംജാതമാകും. അവിവാഹിതർക്ക് വിവാഹകാര്യത്തിൽ തീരുമാനമാകും. വ്യാപാര വിപണന മേഖലയിൽ അനിശ്ചിതാവസ്ഥ ഒഴിഞ്ഞുമാറി പുരോഗതി ദൃശ്യമാകും. നഷ്ടസാധ്യതകൾ മനസ്സിലാക്കി കൂട്ടു ബിസിനസ്സിൽ നിന്നും പിന്മാറും. കരാർ ജോലികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുമെങ്കിലും പ്രതീക്ഷിച്ച നേട്ടം ലഭിച്ചു എന്ന് വരില്ല.
സാമൂഹിക രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് അപമാനിതരാകാനുള്ള സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കാൻ കഴിയും. ഉദ്യോഗസ്ഥർക്ക് പ്രമോഷൻ ലഭിക്കും. അധ്വാന ഭാരവും കൂടുതൽ ചുമതലകളും ഉള്ള സ്ഥലത്തേക്കായിരിക്കും സ്ഥലം മാറ്റം. സസ്പെൻഷനിൽ കഴിയുന്നവർക്ക് പുനർനിയമനം ലഭിക്കും. സാഹിത്യകാരന്മാർക്ക് അവസരം വളരെ അനുകൂലമാണ്. കലാ കായിക രംഗത്തുള്ളവർക്ക് പ്രോത്സാഹനവും ആദരവും ലഭിക്കും. വൈജ്ഞാനിക മേഖലയിൽ ബഹുമതികൾ തേടിവരും. സ്ത്രീകൾക്ക് കുടുംബസൗഖ്യവും മനസ്സന്തോഷവും ലഭിക്കും. സന്താനങ്ങളെ കൊണ്ട് ഗുണമുണ്ടാകും. തുലാം, മീനം, കർക്കടം എന്നീ മാസങ്ങൾ കൂടുതൽ ഗുണകരമാണ്. സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുക. ശിവക്ഷേത്ര ദർശനം നടത്തി ജലധാര നടത്തുക. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാകും അനുഭവത്തിൽ വരിക. മനസ്സമാധാനവും കർമ്മത്തിൽ അഭിവൃദ്ധിയും ഉണ്ടാകും. പ്രവർത്തന മേഖലയിൽ പുരോഗതിയും സാമ്പത്തിക നേട്ടവും പ്രതീക്ഷിക്കാം. ആഗ്രഹങ്ങൾ സഫലമാകും. മാർഗതടസ്സങ്ങളെ അതിജീവിക്കാൻ കഴിയും. പല കാര്യങ്ങളിലും വിജയം കരസ്ഥമാക്കും. വെല്ലുവിളികളെ അതിജീവിക്കാനുള്ള ആത്മധൈര്യം ഉണ്ടാകും. ലോട്ടറിയിലും സമാന പദ്ധതിയിലും നേട്ടങ്ങൾ ഉണ്ടാകും. കുടുംബജീവിതത്തിൽ ആഹ്ലാദകരമായ അന്തരീക്ഷം സംജാതമാകും. പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും അനുകൂല ഫലം ലഭിക്കും. വാക്കുകളും പ്രവൃത്തിയും ഏകോപിപ്പിക്കുവാൻ ബുദ്ധിമുട്ടും. ഭക്ഷ്യവിഷബാധയ്ക്കും സാധ്യതയുണ്ട്. വീട് വിൽക്കുന്നതിനും പുതിയ വീട് വാങ്ങുന്നതിനും യോഗമുണ്ട്. പുതിയ വാഹനം വാങ്ങുന്നതിനുള്ള യോഗവും ഉണ്ട്. ധർമ്മപ്രവൃത്തിയിലും പുണ്യപ്രവൃത്തിയിലും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യും. യാത്രകൾ ക്ലേശകരമാകും. അന്യദേശവാസത്തിനും യോഗമുണ്ട്. സന്താനങ്ങളുടെ പഠനകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണ്ടിവരും. മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം. കോടതി വ്യവഹാരങ്ങളിൽ അന്തിമ വിജയം കൈവരിക്കും. അർഹതയില്ലാത്ത പണവും കൈവശം വന്നുചേരും. വിദേശത്തുള്ളവർ സാമ്പത്തികമായി സഹായിക്കും. ഭൂമിയുടെ ക്രയവിക്രയം നടത്തുന്നവർക്കും നേട്ടങ്ങൾ ഉണ്ടാകും. സർക്കാർ ആനുകൂല്യം ലഭിക്കാൻ കാലതാമസം നേരിടും. വീട്ടിൽ നിന്ന് പണമോ വിലപ്പെട്ട വസ്തുക്കളോ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റമോ സ്ഥാനചലനമോ ഉണ്ടാകും. മേലധികാരികളുടെ അബദ്ധങ്ങൾക്ക് വിശദീകരണം നൽകേണ്ടി വരും. ഏറ്റെടുത്ത ദൗത്യങ്ങൾ സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുവാൻ കഴിയും. വ്യാപാര വ്യവസായ മേഖലയിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാകും. ബിസിനസ്സിൽ ആദായം വർദ്ധിക്കും. ആദായനികുതി വകുപ്പിൻ്റെ ഭീഷണികളും നേരിടേണ്ടി വരും. സ്ത്രീജനങ്ങൾ മുഖേന മാനഹാനിക്ക് സാധ്യതയുണ്ട്. ഗ്രന്ഥകാരന്മാർക്കും പ്രസാധകർക്കും അനുകൂല സമയമാണ്. രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് അനുഭവ ഫലം കുറയും. കായിക രംഗത്തുള്ളവർക്ക് മികച്ച പരിശീലനം ലഭിക്കും. കലാകാരന്മാർക്ക് പ്രശസ്തി വർദ്ധിക്കും. സ്ത്രീകൾക്ക് തൊഴിൽ മേഖലയിൽ ചില തടസ്സങ്ങൾ നേരിടാം. സഹപ്രവർത്തകരുടെ സഹകരണം കുറയും. സന്താനങ്ങളെക്കൊണ്ട് ഗുണമുണ്ടാകും. തൊഴിൽ തേടുന്നവർക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ അവസരമുണ്ടാകും. രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് ജനപിന്തുണ കുറയും. വിദ്യാർത്ഥികൾക്ക് ഒരു അലസത പ്രകടമാകും. ഉപരിപഠനത്തിനായി വിദേശത്ത് പോകുവാൻ അവസരം ലഭിക്കും. കർക്കിടകം, തുലാം, മീനം എന്നീ മാസങ്ങൾ കൂടുതൽ ഗുണകരമാണ്. ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുക. മകയിരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇടവക്കൂറുകാർക്ക് അനുകൂലവും മിഥുനക്കൂറുകാർക്ക് മീനമാസം കഴിയുന്നതുവരെ പ്രതികൂലമായ ഫലങ്ങളുമായിരിക്കും. കർമ്മരംഗത്ത് അഭിവൃദ്ധി ഉണ്ടാകും. സാമ്പത്തികമായും ഗുണകരമാണ്. വ്യാപാരത്തിൽ കഷ്ടനഷ്ടങ്ങളും മനപ്രയാസങ്ങളും ഉണ്ടായേക്കാം. കൂട്ടു ബിസിനസ്സിൽ പങ്കാളിയുമായി ആശയപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കുകയും അതിൽ നിന്ന് പിന്മാറുകയും ചെയ്യും. വിമർശനങ്ങളെ അതിജീവിക്കും. വീഴ്ചകൾക്കോ ഭക്ഷ്യവിഷബാധയ്ക്കോ സാധ്യതയുണ്ട്. പുതിയ കർമ്മപദ്ധതികൾ ഏറ്റെടുക്കേണ്ടി വരും. എങ്കിലും സാമ്പത്തിക രംഗത്ത് ശ്രദ്ധ വേണം. വൈജ്ഞാനിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ ആശയങ്ങൾ കൊണ്ടുവരാനും അവ പ്രാവർത്തികമാക്കുവാനും സാധിക്കും. അഭിപ്രായ വ്യത്യാസങ്ങൾ സൗമ്യമായി പരിഹരിക്കാൻ കഴിയും. തൊഴിൽ മേഖലയിൽ പ്രതികൂല സാഹചര്യങ്ങളും സമ്മർദ്ദങ്ങളും വന്നുചേരും. ജോലിസ്ഥലത്ത് ശത്രുക്കൾ വർദ്ധിക്കും. തൊഴിൽ തേടുന്നവർക്ക് പഠിച്ച വിഷയത്തിനോടനുബന്ധിച്ച ജോലി ലഭിക്കും. ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കും. ഉദ്യോഗസ്ഥർക്ക് മേലധികാരികളുടെ പ്രീതി നേടാൻ കഴിയും. ഔദ്യോഗികമായി മുടങ്ങിക്കിടക്കുന്ന സ്ഥാനമാനങ്ങളും ആനുകൂല്യങ്ങളും മുൻകാല പ്രാബല്യത്തോടെ ലഭിക്കും. ശമ്പള വർധനവിനും സാധ്യതയുണ്ട്. അനുകൂലമായ ചില സർക്കാർ ഉത്തരവുകൾ ലഭിക്കും. വിശ്വാസയോഗ്യമല്ലാത്ത പ്രവൃത്തിയിൽ നിന്ന് വിട്ടുനിൽക്കും. സംസർഗം സജ്ജനങ്ങളോടാകും. ആശ്രയിച്ചു വരുന്നവർക്ക് അഭയം നൽകാൻ മടിക്കില്ല.
കൈവിട്ടു പോകും എന്ന് കരുതിയ വസ്തുവകകൾ തിരികെ വാങ്ങുവാൻ സാധിക്കും. സന്താന ഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർക്ക് അതിനുള്ള ഭാഗ്യം ലഭിക്കും. സന്താനങ്ങൾക്കും സഹോദരങ്ങൾക്കും ശ്രേയസ് വർദ്ധിക്കും. യുവജനങ്ങളുടെ വിവാഹകാര്യത്തിൽ അനുകൂല തീരുമാനം ആകും. സിനിമ, സംഗീതം എന്നീ മേഖലയിൽ ഉള്ളവർക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കും. ജയിൽ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടവർക്കും അവസരം അനുകൂലമാണ്. വ്യാപാര വിപണന മേഖലയിൽ വളർച്ചയുണ്ടാകും. വിനോദങ്ങൾക്ക് വേണ്ടി കൂടുതൽ പണം ചെലവഴിക്കും. ഭൂമി വാങ്ങുവാനും യോഗമുണ്ട്. പൂർവിക സ്വത്ത് അനുഭവയോഗ്യമാകും. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ പുരോഗതി ഉണ്ടാകും. സ്വദേശത്തോ വിദേശത്തോ ഉപരിപഠനത്തിന് അവസരം ലഭിക്കും. സ്ത്രീകൾക്ക് കുടുംബസൗഖ്യം ലഭിക്കും. പൊതുവേദികളിൽ വിമർശിക്കപ്പെടും. ഒരു മനസ്സമാധാനക്കുറവ് അനുഭവപ്പെടും. ശിരോരോഗങ്ങൾക്കോ നാഡീരോഗങ്ങൾക്കോ സാധ്യതയുണ്ട്. വീട്ടിൽ പൂജാതി മംഗളകർമ്മങ്ങൾ നടക്കും. പല കാര്യങ്ങളിലും വൈകാരികമായി പ്രതികരിക്കും. ചിങ്ങം, വൃശ്ചികം, മേടം എന്നീ മാസങ്ങൾ കൂടുതൽ ഗുണകരമാണ്. മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും അനുഭവത്തിൽ വരിക. മാനസിക ബുദ്ധിമുട്ടുകൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട്. കുടുംബസൗഖ്യം കുറയും. സഹോദരന്മാരിൽ നിന്ന് ശത്രുതയുണ്ടാകും. അനാവശ്യമായ സംശയങ്ങൾ മനസ്സിനെ അലട്ടും. ദാമ്പത്യ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ലഭിക്കുവാൻ വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കേണ്ടി വരും. അർഹമായ കാര്യങ്ങൾ അനുഭവയോഗ്യമാകും. പല കാര്യങ്ങളും നിഷ്കർഷയോടെ ചെയ്തു തീർക്കാൻ കഴിയും. അനാവശ്യമായ ആദ്യം ദുർചിന്തയും മനസ്സിനെ അലട്ടും. പല കാര്യങ്ങളുടെയും ലക്ഷ്യപ്രാപ്തിക്ക് ശ്രമകരമായ പ്രവർത്തനങ്ങൾ വേണ്ടിവരും. ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം കൂടും. സാമൂഹ്യ സേവന രംഗത്ത് സജീവമാകും. ജീവിത നിലവാരത്തിൽ ഉയർച്ചയുണ്ടാകും. സന്താന ഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർക്ക് ചികിത്സയിലൂടെ ഫലം ലഭിക്കും. വാക്കും പ്രവൃത്തിയും ആഗ്രഹങ്ങളും അനുഭവത്തിൽ വരും. കാര്യനിർവഹണശേഷിയും ഉത്സാഹവും ആഗ്രഹ സാഫല്യത്തിന് വഴിയൊരുക്കും. നീച സംസർഗങ്ങൾ ചില വിഷമതകൾ ഉണ്ടാക്കും. കോടതി സംബന്ധമായ കാര്യങ്ങൾ ഒത്തുതീർപ്പിൽ എത്തും. വിനോദയാത്രകൾക്കായി പണം ചെലവഴിക്കും. ജീവിത പങ്കാളിയുടെ ബന്ധുക്കളിൽ നിന്ന് സഹായം ലഭിക്കും. സ്ത്രീകൾ മുഖേന അപമാനിതരാകാൻ സാധ്യതയുണ്ട്. വിലപ്പെട്ട രേഖകളും ആഭരണങ്ങളും കൈവശം വന്നുചേരും. അപ്രതീക്ഷിതമായ ചില നഷ്ടത്തിനും സാധ്യതയുണ്ട്. മന്ദഗതിയിലായ ബിസിനസ് പങ്കാളിയെ ചേർത്ത് വിപുലീകരിക്കും. സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകും. പുതിയ വാഹനം, ഭൂമി എന്നിവ അധീനതയിൽ വരും. ഗുരു കാരണവന്മാരുടെ വിയോഗം ഉണ്ടായേക്കാം. കിണർ, കുളം എന്നിവയിൽ വീണ് വളർത്തുമൃഗങ്ങൾക്ക് മരണം സംഭവിക്കാം. പ്രണയകാര്യങ്ങൾ ആശാവഹം ആയിരിക്കില്ല. ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റത്തിന് സാധ്യതയുണ്ട്. ഏറ്റെടുത്ത എല്ലാ കാര്യങ്ങളും കൃത്യസമയത്ത് ചെയ്തു തീർക്കും. സർക്കാർ സർവീസിൽ നിന്ന് വിരമിക്കുന്നവർക്ക് കിട്ടേണ്ട പണത്തിന് താമസം നേരിടും. ഉദ്യോഗാർത്ഥികൾക്ക് പഠിച്ച വിഷയത്തോടനുബന്ധിച്ച് ജോലി ലഭിക്കും. അധ്യാപകർക്കും സ്ഥലം മാറ്റത്തിന് സാധ്യതയുണ്ട്. സന്താനങ്ങൾക്ക് വിദ്യാഭ്യാസ കാര്യത്തിൽ പുരോഗതി ഉണ്ടാകും. ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കും. ഊഹക്കച്ചവടത്തിൽ നഷ്ടം സംഭവിക്കും. അനാവശ്യ ചെലവുകളും വന്നുചേരും. സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ആനുകൂല്യങ്ങൾക്ക് കാലതാമസം നേരിടും. ആഡംബര വസ്തുക്കൾക്കായി പണം ചെലവഴിക്കും. പലതരം സുഖഭോഗങ്ങൾ അനുഭവിക്കാൻ അവസരം ലഭിക്കും. വാദസംബന്ധമായ രോഗങ്ങൾക്കോ ഹൃദയ സംബന്ധമായ രോഗത്തിനോ സാധ്യതയുണ്ട്. സ്ത്രീകൾക്ക് തൊഴിൽ മേഖലയിൽ ഗുണമുണ്ടാകും. ശത്രുക്കൾ വർദ്ധിക്കും. ചിങ്ങം, വൃശ്ചികം, കുംഭം, മേടം എന്നീ മാസങ്ങൾ കൂടുതൽ ഗുണകരമാണ്. മഹാദേവനെ പ്രാർത്ഥിക്കുക. ശിവക്ഷേത്രത്തിൽ ജലധാര, പിൻവിളക്ക് എന്നിവ നടത്തുക. പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മിഥുനക്കൂറുകാർക്ക് ഗുണം കുറയുമ്പോൾ കർക്കിടകക്കൂറുകാർക്ക് നല്ല ഫലങ്ങളാണ് ലഭിക്കുന്നത്. ആരോഗ്യഹാനി, വീഴ്ച, അപകടം എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. മനസ്സന്തോഷവും സാമ്പത്തിക ഗുണവും ഉണ്ടാകും. അശുഭചിന്തകൾ മനസ്സിനെ അലട്ടും. അന്യരുടെ വിഷമാവസ്ഥയ്ക്ക് ശാശ്വത പരിഹാരം നിർദ്ദേശിക്കും. ചെയ്യാത്ത കുറ്റത്തിന് അപരാധം കേൾക്കേണ്ടി വരും. സങ്കീർണമായ പ്രശ്നങ്ങൾ സുഹൃത്തുക്കളുടെ സഹായത്തോടെ പരിഹരിക്കാൻ കഴിയും. സുതാര്യതയുള്ള സമീപനത്തിൽ ദുഷ്പ്രചരണങ്ങൾ അതിജീവിക്കും. വീട് മാറി താമസിക്കാനും സാധ്യതയുണ്ട്. സന്താനങ്ങൾക്കായി കാത്തിരിക്കുന്നവർക്ക് അതിനുള്ള ഭാഗ്യം ലഭിക്കും. യുവജനങ്ങളുടെ വിവാഹ കാര്യത്തിൽ തീരുമാനം ആകും. സർക്കാർ ഇടപാടുകൾക്ക് തടസ്സം ഉണ്ടാകില്ല.
പിതാവിൻ്റെ അസുഖം സംബന്ധിച്ച് ധാരാളം ചെലവുകൾ വന്നുചേരും. വ്യവഹാരങ്ങളിൽ വിജയം ഉണ്ടാകും. പ്രശ്നങ്ങൾ നയതന്ത്രജ്ഞതയോടെ പരിഹരിക്കും. വാഹനങ്ങളിൽ നിന്ന് വരുമാനം വർദ്ധിക്കും. സാമൂഹ്യ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകും. തൊഴിൽ സംബന്ധിച്ച കൂടുതൽ യാത്രകൾ വേണ്ടിവരും. പലതരം ആഡംബര വസ്തുക്കൾ അധീനതയിൽ വരും. സ്ത്രീജനങ്ങൾ മുഖേന പല നേട്ടങ്ങളും ഉണ്ടാകും. വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കും. പുതിയ വാഹനം അധീനതയിൽ വരും. ഉന്നതരായ വ്യക്തികളിൽ നിന്ന് പലവിധ സഹായങ്ങളും ലഭിക്കും. പോലീസ്, കോടതി എന്നിവയുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. ബാങ്കിംഗ് മേഖലയിൽ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അവസരം അനുകൂലമാണ്. വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതി ദൃശ്യമാകും. കൂട്ടുകച്ചവടത്തിൽ ചില പ്രശ്നങ്ങൾ രൂപം കൊള്ളും. സ്വർണ്ണ വ്യാപാരികൾക്ക് അനുകൂല സമയമാണ്. ക്ഷേത്ര ജീവനക്കാർക്കും സമയം അനുകൂലമാണ്. അധ്യാപകർ, വക്കീലന്മാർ എന്നിവർക്ക് കാര്യങ്ങൾ ഗുണകരമാണ്. വർഷം അവസാനത്തോടെ സ്വപ്നത്തിൽ കണ്ട കാര്യങ്ങൾ സഫലമാകും. സ്ത്രീകൾക്ക് വിശേഷപ്പെട്ട സമ്മാനങ്ങൾ ലഭിക്കും. ഇടവം, കന്നി, ധനു എന്നീ മാസങ്ങൾ കൂടുതൽ ഗുണകരമാണ്. മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക, തുളസിമാല, പാൽപ്പായസം എന്നിവ നടത്തുക. പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ നല്ല സമയം ആണ്. കർമ്മരംഗത്ത് ഉന്നതി ഉണ്ടാകും. ആരോഗ്യപരമായ കാര്യങ്ങളും ഗുണകരമാണ്. ആഗ്രഹങ്ങൾ സഫലമാകും. ആത്മവിശ്വാസവും ഉത്സാഹവും വർദ്ധിക്കും. അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ സാധിക്കും. വാക്കും ചിന്തയും പ്രവൃത്തിയും ആഗ്രഹസാഫല്യത്തിന് വഴിയൊരുക്കും. കുടുംബജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും. ദാമ്പത്യ ജീവിതത്തിലെ അസംതൃപ്തികൾ അകലും. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ രേഖകൾ തിരികെ ലഭിക്കും. സ്വത്ത് തർക്കം പരിഹരിക്കാൻ വിട്ടുവീഴ്ച വേണ്ടിവരും. ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ നിഷ്കർഷയോടെ ചെയ്തു തീർക്കും. ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം കൂടും. സാമൂഹ്യ സേവന രംഗത്ത് വ്യാപൃതരാകും. ആർഭാടങ്ങൾക്ക് സ്വയം നിയന്ത്രണം ഉണ്ടാകും. കൃഷിയിൽ നിന്നുള്ള ആദായം വർദ്ധിക്കും. മന്ദഗതിയിലായ കച്ചവടങ്ങൾക്ക് പുരോഗതി ഉണ്ടാകും. ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ പരാജയപ്പെടുത്താൻ കഴിയും. പുതിയ വാഹനം മാറി പുതിയ വാഹനം വാങ്ങും. സന്താനങ്ങൾക്കായി കാത്തിരിക്കുന്നവർക്ക് സന്താനഭാഗ്യം ഉണ്ടാകും. സന്താനങ്ങൾക്ക് ശ്രേയസ്സും അഭിവൃദ്ധിയും ഉണ്ടാകും. സന്താനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനം ആകും. പുനർവിവാഹത്തിന് ശ്രമിക്കുന്നവർക്ക് അത് സാധ്യമാകും. പുതിയ വീട് വാങ്ങുകയോ നിർമ്മിക്കുകയോ ചെയ്യും. പൂജാതി മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും. തൊഴിൽ തേടുന്നവർക്ക് ജോലിയിൽ പ്രവേശിക്കാൻ കഴിയും. വിദ്യാർത്ഥികൾക്ക് ഉന്നത വിജയം നേടാനാകും. വിദേശയാത്രയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും. കലാകായിക രംഗത്തുള്ളവർക്ക് മികച്ച പരിശീലനം ലഭിക്കും. ഉദ്യോഗസ്ഥർക്ക് പ്രൊമോഷൻ ലഭിക്കും. മന്ത്രിമാർക്ക് തൽസ്ഥാനം രാജിവെക്കേണ്ടി വരും. മെഡിക്കൽ മേഖലയിലുള്ളവർക്ക് പണവും പ്രശസ്തിയും വർദ്ധിക്കും. ക്ഷേത്ര ജീവനക്കാർക്ക് അവസരം അനുകൂലമാണ്. സ്ത്രീകൾക്ക് തൊഴിൽ മേഖലയിൽ സന്തോഷവും സമാധാനവും അനുഭവപ്പെടും. ആഭരണങ്ങളും വസ്ത്രങ്ങളും ലഭിക്കും. അനാവശ്യ ചിന്തകൾ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും. ഭക്ഷ്യവിഷബാധയ്ക്കും സാധ്യതയുണ്ട്. ഭാഗ്യം കൊണ്ട് അപകടത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെടും. ഇടവം, കന്നി, ധനു എന്നീ മാസങ്ങൾ കൂടുതൽ ഗുണകരമാണ്. ശാസ്താവിനെ പ്രാർത്ഥിക്കുക. ശനിയാഴ്ച ദിവസം ശാസ്താക്ഷേത്ര ദർശനം നടത്തി നീരാഞ്ജനം നടത്തുക. ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ വർഷം പകുതി വരെ കൂടുതൽ ഗുണകരവും ശേഷം ഗുണദോഷ സമ്മിശ്രവും ആയിരിക്കും. കാര്യഗുണവും അപ്രതീക്ഷിത ധനലാഭവും ഉണ്ടാകും. ആഗ്രഹങ്ങൾ സഫലമാകും. അർഹമായ പൂർവീക സ്വത്ത് അനുഭവയോഗ്യമാകും. കുടുംബജീവിതത്തിൽ ആഹ്ലാദകരമായ അന്തരീക്ഷം സംജാതമാകും. പുതിയ ഭൂമി വാങ്ങുവാൻ കഴിയും. ജീവിത പങ്കാളിയുടെ ശ്രേയസ് വർദ്ധിക്കും. വിചാരിക്കാത്ത സന്ദർഭങ്ങളിൽ ധനലാഭം ഉണ്ടാകും. ഭൂമി ക്രയവിക്രയങ്ങളിൽ ലാഭം വർദ്ധിക്കും. തറവാട് സ്വത്ത് വീതം വയ്ക്കും. പഴയ ഉദാസീനത കളഞ്ഞ് ശുഷ്കാന്തിയോടെ പെരുമാറും. നഷ്ടപ്പെട്ടുവെന്ന് കരുതി വസ്തുക്കൾ തിരികെ ലഭിക്കും. തർക്കങ്ങൾ മധ്യസ്ഥർ മുഖേന പരിഹരിക്കും. അയൽക്കാരുമായി രമ്യതയിൽ ആകും.
ഭാവിക്ക് ഉതകുന്ന പല പദ്ധതികളും ആസൂത്രണം ചെയ്യും. തൊഴിൽ തേടുന്നവർക്ക് ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും. വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്കും ആഗ്രഹം സഫലമാകും. യാത്രകൾ കൊണ്ട് ഗുണമുണ്ടാകും. ശത്രുക്കളുടെ ശല്യത്തെ മറികടക്കാൻ സാധിക്കും. ആഗ്രഹിച്ച സ്ഥാനമാനങ്ങളും മുടങ്ങിക്കിടക്കുന്ന ആനുകൂല്യങ്ങളും അനുഭവത്തിൽ വന്നുചേരും. കാര്യങ്ങൾ അറിവുള്ളതിനേക്കാൾ ഭംഗിയായി നിർവഹിക്കും. കാര്യനിർവഹണശേഷിയും ശുഭാപ്തി വിശ്വാസവും വർദ്ധിക്കും. ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നവർക്ക് തിരികെ ജോലിയിൽ പ്രവേശിക്കാൻ കഴിയും. എതിർപ്പുകളെ അതിജീവിക്കും. സന്താനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് സന്താനഭാഗ്യം ഉണ്ടാകും. സാഹിത്യത്തിലും ചിത്രരചനയിലും ഭാവനയ്ക്ക് അനുസൃതമായി ഉയരാൻ കഴിയും. പ്രണയബന്ധങ്ങൾ സഫലമാകും. ഉദ്യോഗസ്ഥർക്ക് പ്രമോഷനും സ്ഥലംമാറ്റത്തിനും സാധ്യതയുണ്ട്. വ്യാപാര വിപണന മേഖലയിൽ ക്രമാനുഗതമായ വളർച്ചയും സാമ്പത്തിക നേട്ടവും ഉണ്ടാകും. വർക്ക്ഷോപ്പുകളിൽ കൂടുതൽ വരുമാനമുണ്ടാകും. ആഡംബര വസ്തുക്കളുടെ വിപണന വിതരണ മേഖലയിൽ ലാഭം വർദ്ധിക്കും. കാർഷിക മേഖലയിലും കൂടുതൽ ലാഭം പ്രതീക്ഷിക്കാം. ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും നേട്ടമുണ്ടാകും. പുതിയ വീട് വാങ്ങുന്നതിനോ നിർമ്മിക്കുന്നതിനോ സാധിക്കും. സർക്കാർ ആനുകൂല്യങ്ങൾ യഥാസമയം ലഭിക്കും. സർക്കാർ ലേലത്തിൽ പങ്കെടുക്കുന്നവർക്ക് നേട്ടമുണ്ടാകും. പല അപകടങ്ങളിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടും. മതപരമായ കാര്യങ്ങളിലും സൽക്കാരങ്ങളിലും താൽപ്പര്യം കൂടും. വാഹന ഇടപാടുകളിൽ നേട്ടമുണ്ടാകും. പരസ്യ ഏജൻസികൾക്കും സമയം അനുകൂലമാണ്. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ ശ്രദ്ധയുണ്ടാകും. പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കും. സ്ത്രീകൾക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകും. കലാരംഗങ്ങളിൽ പുരോഗതി ഉണ്ടാകും. പെട്ടെന്നുള്ള അസുഖത്തെ തുടർന്ന് ആശുപത്രിവാസത്തിനും യോഗമുണ്ട്. ചിങ്ങം, കന്നി, ധനു, മീനം എന്നീ മാസങ്ങൾ കൂടുതൽ ഗുണകരമാണ്. നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. നവഗ്രഹ പൂജ ചെയ്യുക. മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അനുകൂലമായ ഒരു വർഷമാണ്. സമ്പത്തും മനസ്സമാധാനവും ഉണ്ടാകും. വിദേശത്ത് ജോലിയുള്ളവർക്ക് വളരെ നേട്ടമുണ്ടാകും. വർഷം അവസാനിക്കുന്നതോടെ കൂടുതൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ സുഖവും സംതൃപ്തിയും ലഭിക്കും. ആഡംബര വസ്തുക്കൾക്കായി പണം ചെലവഴിക്കും. സന്താനങ്ങൾ പഠനകാര്യത്തിൽ അല്പം പുറകോട്ടു പോകും. സന്താനങ്ങളുടെ ഉന്നമനത്തിനായി കഠിന പ്രയത്നം വേണ്ടിവരും. തൊഴിൽ മേഖലയിൽ മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാകും. പല കാര്യങ്ങളിലും നിർണായകമായ തീരുമാനം എടുക്കാൻ വിഷമിക്കും. കക്ഷി രാഷ്ട്രീയത്തിൽ സജീവ സാന്നിധ്യമാകും. എങ്കിലും അനുഭവഗുണം കുറവായിരിക്കും. വ്യാപാര വിപണന മേഖലയിൽ പ്രതീക്ഷിച്ച നേട്ടം ലഭിച്ചേക്കില്ല. പങ്കാളിത്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറും. അന്യനാട്ടിലുള്ളവർ വിശേഷ അവസരങ്ങളിൽ നാട്ടിൽ വന്നുപോകും. വിദേശത്ത് സ്ഥിരതാമസത്തിനുള്ള അപേക്ഷയിൽ അനുമതി ലഭിക്കും. പുണ്യപ്രവൃത്തികളിൽ സർവാത്മന സഹകരിക്കും. പുതിയ വീട് നിർമ്മിച്ച് ഗൃഹപ്രവേശനം നിർവഹിക്കും. കർമ്മരംഗത്ത് കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തും. പ്രവർത്തന മേഖലയിൽ അത്ഭുതപൂർവമായ പുരോഗതിയും സാമ്പത്തിക നേട്ടവും ഉണ്ടാകും. സമ്മാന പദ്ധതികളിലും ലോട്ടറികളിലും നേട്ടമുണ്ടാകും. ദാമ്പത്യബന്ധത്തിൽ വിട്ടുവീഴ്ച മനോഭാവം വേണ്ടിവരും. ആഗ്രഹങ്ങൾ സഫലമാകും. ഏത് കാര്യത്തിലും പിതാവിൻ്റെ സഹായം ലഭിക്കും. കലാകായിക രംഗത്തുള്ളവർക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റവും ഉദ്യോഗ കയറ്റവും ഉണ്ടാകും. മേലധികാരികളുടെ സഹായം ലഭിച്ചേക്കില്ല. സർക്കാരിൽ നിന്നും ലഭിക്കാനുള്ള ആനുകൂല്യങ്ങൾ യഥാസമയം ലഭിക്കില്ല. ഔഷധ വ്യാപാരികൾക്ക് അനുകൂല സമയമാണ്. അകന്നു കഴിയുന്ന ദമ്പതിമാർക്ക് ഒരുമിക്കാനുള്ള സാഹചര്യം വന്നുചേരും. അപവാദങ്ങൾ കേൾക്കാൻ ഇടയുണ്ട്. പോലീസ് കേസോ വ്യവഹാരത്തിനോ സാധ്യതയുണ്ട്. വീട്ടിൽ പൂജാതി മംഗളകർമ്മങ്ങൾ നടക്കും. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് അവസരം ഉണ്ടാകും. വിദ്യാർത്ഥികൾ പ്രണയകാര്യത്തിൽ അകപ്പെട്ട് ദുരിതമനുഭവിക്കാൻ ഇടയുണ്ട്. വാതനാഡീ രോഗങ്ങൾക്കും സാധ്യതയുണ്ട്. സ്ത്രീകൾക്ക് ചില സമ്മാനങ്ങൾ ലഭിക്കും. സന്താനങ്ങൾ മുഖേന സന്തോഷം ലഭിക്കും. മിഥുനം, തുലാം, മകരം എന്നീ മാസങ്ങൾ കൂടുതൽ ഗുണകരമാണ്. അയ്യപ്പനെ പ്രാർത്ഥിക്കുക. പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗുണാനുഭവങ്ങൾക്കായിരിക്കും മുൻതൂക്കം ലഭിക്കുക. കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാകും. കുടുംബസൗഖ്യവും സാമ്പത്തിക നേട്ടവും ഉണ്ടാകും. ചില മാർഗതടസ്സങ്ങൾ ഉണ്ടായാലും ഫലപ്രദമായി നേരിടാൻ കഴിയും. ജീവിത പങ്കാളിയുടെ തൊഴിൽപരമായ
അനിഷ്ടാവസ്ഥയ്ക്ക് പരിഹാരമാകും. തൊഴിൽപരമായ മേഖലകളോട് അനുബന്ധിച്ച് ചില സമ്മർദ്ദങ്ങൾ ഉണ്ടാകും. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ട് പേർദോഷം കേൾക്കാൻ ഇടയാകും. യാത്രാവേളകളിൽ വേണ്ടത്ര ശ്രദ്ധ പുലർത്തിയില്ലെങ്കിൽ പണമോ വിലപിടിപ്പുള്ള വസ്തുക്കളോ നഷ്ടപ്പെടും. പ്രവർത്തനങ്ങൾക്ക് വൈകിയാണെങ്കിലും ലക്ഷ്യപ്രാപ്തി നേടും. വ്യാപാര വിപണന മേഖലയിൽ നേട്ടം കുറയും. കർമ്മമേഖലയിൽ അത്യധ്വാനം വേണ്ടിവരും. പുതിയ തൊഴിലിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നവർക്കും തൊഴിൽ തേടുന്നവർക്കും അവസരം അനുകൂലമാണ്. വ്യാപാര രംഗത്ത് മെച്ചമുണ്ടാകും. കിട്ടാക്കടങ്ങൾ തിരികെ ലഭിക്കും. വിവാഹാലോചനകൾക്ക് ഫലം കാണും. സന്താനഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർക്ക് സന്താനഭാഗ്യം ഉണ്ടാകും. വിനോദയാത്രകളിൽ പങ്കെടുക്കുകയും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുകയും ചെയ്യും. ഉദ്യോഗസ്ഥർക്ക് പ്രൊമോഷൻ ലഭിക്കും. കാര്യങ്ങൾ നിശ്ചിത സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കാൻ സാധിക്കും. സാമൂഹ്യക്ഷേമ കാര്യങ്ങളിൽ സർവാത്മന സഹകരിക്കും. അനാവശ്യമായ ആദ്യം ദുസ്സംശയങ്ങളും മനസ്സിനെ അലട്ടിയേക്കും. ലോട്ടറിയിലും സമ്മാന പദ്ധതിയിലും നേട്ടമുണ്ടാകും. പ്രവർത്തന മേഖലയിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തും. അന്ധമായ ആത്മവിശ്വാസം ചിലപ്പോൾ അബദ്ധത്തിൽ ചാടിക്കും. കുടുംബ ജീവിതത്തിൽ ആഹ്ലാദകരമായ അന്തരീക്ഷം സംജാതമാകും. സമൂഹമധ്യത്തിൽ അന്തസ്സ് ഉയരും. സർക്കാർ കാര്യങ്ങളിലുള്ള തടസ്സങ്ങൾ നീങ്ങും. രാഷ്ട്രീയക്കാർക്ക് ഉന്നത പദവി അലങ്കരിക്കാൻ കഴിയും. പ്രവർത്തനങ്ങൾക്കും പ്രയത്നങ്ങൾക്കും ഫലമുണ്ടാകും. ഔദ്യോഗിക കാര്യങ്ങൾക്കായി കൂടുതൽ യാത്രകൾ വേണ്ടിവരും. ചെറിയ തോതിൽ ചികിത്സാ ചെലവുകളും വന്നേക്കാം. പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും ഈ വർഷം ദോഷമായി തീരും. സ്ത്രീകൾക്ക് സാമ്പത്തിക ക്ലേശവും വിവാഹ തടസ്സവും ഉണ്ടാകും. എങ്കിലും വർഷം അവസാനത്തോടെ എല്ലാത്തിനും പരിഹാരമാകും. മേടം, മിഥുനം, തുലാം, മകരം എന്നീ മാസങ്ങൾ കൂടുതൽ ഗുണകരമാണ്. ശിവനെയും അയ്യപ്പനെയും ഭജിക്കുക. ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചിങ്ങക്കൂറുകാർക്ക് അല്പം ദോഷമാണ്. കന്നിക്കൂറുകാർക്ക് വളരെ ഗുണകരമാണ്. പ്രവർത്തന മേഖലയിൽ വിജയം നേടും. ഭാഗ്യപുഷ്ടിയും കുടുംബസുഖവും ലഭിക്കും. ആത്മവിശ്വാസം വർദ്ധിക്കും. ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ അവസരം ലഭിക്കും. പുതിയ വീട് വാങ്ങിയോ നിർമ്മിച്ചോ താമസം തുടങ്ങും. പങ്കാളിയുടെ സ്വത്ത് ഭാഗം വെച്ച് കിട്ടും. സ്വയം തൊഴിൽ മേഖലയിൽ ഗുണം കുറയും. പങ്കാളിത്ത ബിസിനസ്സിലും നേട്ടം കുറയും. ഹോട്ടൽ നടത്തുന്നവർക്ക് അനുകൂല സമയമാണ്. സൈനിക മേഖലയിൽ സ്ഥാനചലനവും ജോലിയിൽ പ്രമോഷനും ലഭിക്കും. കൃഷിക്കാർക്ക് അവസരം അനുകൂലമാണ്. ആഗ്രഹിച്ച വിദേശയാത്ര സഫലമാകും. ജനോപകാരപ്രദമായ കാര്യങ്ങളിൽ ഏർപ്പെടും. ആശ്വാസവും മനസ്സംതൃപ്തിയും അംഗീകാരവും ലഭിക്കും. പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കും. അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ കഴിയും. സന്താനങ്ങളുടെ സംരക്ഷണം ലഭിക്കും. മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം. പ്രവർത്തനങ്ങൾ ലക്ഷ്യപ്രാപ്തി നേടും. സമ്പർക്കം സജ്ജനങ്ങളോടാകും. സൂക്ഷ്മതക്കുറവുകൊണ്ട് വാഹനാപകടം ഉണ്ടായേക്കാം. ശത്രു സംബന്ധമായ പല ദോഷങ്ങളും വന്നേക്കും. വീട്ടിൽ തസ്കരശല്യം ഉണ്ടായേക്കാം. അപ്രതീക്ഷിതമായി അധിക ചെലവുകൾ വന്നുചേരും. പുണ്യക്ഷേത്രങ്ങളിൽ ദർശനം നടത്തും. ഭിന്ന അഭിപ്രായങ്ങളെ ഏകോപിപ്പിക്കുവാൻ കഴിയും. കക്ഷി രാഷ്ട്രീയത്തിൽ നിന്നും അപമാനം വന്നുചേരും. ഓഹരി വിപണിയിൽ ഗുണം കുറയും. ചിട്ടിയിലും ലോട്ടറിയിലും നേട്ടം പ്രതീക്ഷിക്കാം. ഈശ്വരാനുഗ്രഹത്താൽ വലിയ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടും. മൂത്രാശയ, കരൾ, നാഡീ രോഗങ്ങൾക്ക് സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനായി വിദേശത്ത് പോകുവാൻ അവസരം ലഭിക്കും. സ്ത്രീകൾക്ക് ചെയ്യുന്ന ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കും. കലാരംഗങ്ങളിൽ മികവ് പുലർത്തും. കർക്കിടകം, വൃശ്ചികം, കുംഭം എന്നീ മാസങ്ങൾ കൂടുതൽ ഗുണകരമാണ്. സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുക. സൂര്യഗായത്രിയും ആദിത്യഹൃദയവും ജപിക്കുക. അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ നല്ല വർഷമാണ്. കർമ്മരംഗത്ത് അഭിവൃദ്ധിയും സാമ്പത്തിക ലാഭവും ഉണ്ടാകും. കുടുംബസൗഖ്യം അനുഭവപ്പെടും. ഗൗരവമുള്ള വിഷയങ്ങൾ ലാഘവത്തോടെ കൈകാര്യം ചെയ്യാൻ സാധിക്കും. സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കും. കഴിവിനും പ്രാപ്തിക്കും അംഗീകാരം ലഭിക്കും. ആത്മാഭിമാനം വർദ്ധിക്കും. പുതിയ വീട് വാങ്ങിയോ നിർമ്മിച്ചോ ഗൃഹപ്രവേശം നടത്തും. ഉപകാരം ചെയ്തു കൊടുത്തവരിൽ നിന്ന് വിപരീത പ്രതികരണമാകും ലഭിക്കുക. ആഗ്രഹിക്കുന്ന വിദേശയാത്ര സാധ്യമാകും. വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ കഴിയും. ആത്മവിശ്വാസവും ഉത്സാഹവും ഉന്മേഷവും അനുഭവപ്പെടും. സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാകും. ഭിന്ന അഭിപ്രായങ്ങൾ ഏകീകരിക്കുവാൻ സാധിക്കും. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും.
തൊഴിൽ മേഖലയിൽ കാലോചിതമായ മാറ്റങ്ങൾ വരുത്തും. ഉദ്യോഗസ്ഥർക്ക് ഉദ്യോഗേറ്റമോ സ്ഥാനചലനമോ സംഭവിക്കും. മേലധികാരികളുടെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാം. അന്യദേശത്തുള്ളവർക്ക് തൊഴിൽ മാറ്റമോ സ്ഥലം മാറ്റമോ ഉണ്ടാകും. കലാകാരന്മാർക്ക് പുരോഗതി ഉണ്ടാകുന്ന സമയമാണ്. ഓഹരി വിപണിയിലും ലോട്ടറിയിലും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. സന്താനങ്ങളുടെ വിവാഹാലോചനകളിൽ തീരുമാനമാകും. സ്വയം തൊഴിൽ മേഖലയിൽ അഭിവൃദ്ധിയും സാമ്പത്തിക നേട്ടവും ഉണ്ടാകും. പുണ്യക്ഷേത്രങ്ങളിൽ ദർശനം നടത്തും. ഭാവിയിൽ പ്രയോജനം ഭവിക്കുന്ന കാര്യങ്ങളിൽ പണം നിക്ഷേപിക്കും. വ്യവഹാരങ്ങളിൽ അനുകൂല വിധി ലഭിക്കും. നിയമജ്ഞർക്കും സമയം അനുകൂലമാണ്. ഗവേഷകർക്കും വിദ്യാർത്ഥികൾക്കും അനുകൂല സമയമാണ്. സ്ത്രീകൾക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകും. വിശിഷ്ട സമ്മാനങ്ങൾ ലഭിക്കും. പൊതുരംഗത്ത് ഗുണം ഉണ്ടാകും. കർക്കിടകം, വൃശ്ചികം, കുംഭം എന്നീ മാസങ്ങൾ കൂടുതൽ ഗുണകരമാണ്. മൂകാംബിക ദേവിയെ പ്രാർത്ഥിക്കുക. ചിത്ര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കന്നിക്കൂറുകാർക്ക് ഏറെ ഗുണകരവും തുലാക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രവുമാണ്. സാമ്പത്തികമായി അഭിവൃദ്ധി ഉണ്ടാകും. വ്യവഹാരങ്ങളിൽ വിജയം നേടും. തൊഴിൽ രംഗത്ത് പുരോഗതി ഉണ്ടാകും. ചില കാര്യതടസ്സങ്ങളും പ്രതീക്ഷിക്കാം. സമീപനങ്ങൾ സത്യസന്ധവും നീതിയുക്തവും ആയിരിക്കും. തൊഴിൽ സംബന്ധിച്ച യാത്രകൾ കൂടുതലായിരിക്കും. തൊഴിൽ മേഖലയിൽ മാർച്ച് മുതൽ സാമ്പത്തിക നേട്ടം ഉണ്ടാകും. അന്യദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ജോലിഭാരം കൂടും. ഡിസംബർ മുതൽ ജീവിത നിലവാരം മെച്ചപ്പെട്ടു തുടങ്ങും. പിതൃസ്വത്ത് അനുഭവയോഗ്യമാകും. പ്രലോഭനങ്ങളിൽ അകപ്പെടാതെ സൂക്ഷിക്കണം. പ്രതികൂല സാഹചര്യങ്ങളെ ഏറെക്കുറെ അതിജീവിക്കാൻ കഴിയും. ചെയ്യാത്ത കുറ്റത്തിന് ആരോപണ വിധേയമാകേണ്ടി വരും. നിസ്സാര കാര്യങ്ങൾക്ക് പോലും കഠിനപ്രയത്നം വേണ്ടിവരും. മേലധികാരികളുടെ ആജ്ഞകൾ അനുസരിക്കാൻ നിർബന്ധിതരാകും. പ്രായോഗിക ജ്ഞാനം പ്രവർത്തനക്ഷമതയ്ക്ക് വഴിയൊരുക്കും. പൊതുപ്രവർത്തന രംഗത്ത് ശോഭിക്കും. സർക്കാർ ജോലിയിൽ നിന്ന് വിരമിക്കുന്നവർ സ്വന്തമായി സ്ഥാപനം തുടങ്ങും. കാറ്ററിംഗ്, ബേക്കറി, ഹോട്ടൽ മേഖലയിൽ നേട്ടമുണ്ടാകും. കാർഷിക മേഖലയിൽ നഷ്ടത്തിന് സാധ്യതയുണ്ട്. ക്ഷേത്ര ജീവനക്കാർക്ക് വരുമാനം വർദ്ധിക്കും. രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് സമയം അനുകൂലമാണ്. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്കും തൊഴിൽ തേടുന്നവർക്കും ആഗ്രഹം സാധ്യമാകും. സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട ആനുകൂല്യം യഥാസമയം ലഭിക്കില്ല. സാഹിത്യകാരന്മാർക്ക് പണവും പ്രശസ്തിയും വർദ്ധിക്കും. അക്കൗണ്ടിംഗ്, നിയമമേഖലയിൽ ഉള്ളവർക്ക് സമയം അനുകൂലമാണ്. സിനിമ, സീരിയൽ മേഖലയിൽ ഉള്ളവർക്ക് പേരും പെരുമയും വർദ്ധിക്കും. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ കാര്യങ്ങൾ ഗുണകരമാണ്. സൈനിക മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് പ്രൊമോഷൻ ലഭിക്കും. സാങ്കേതികമായ കാരണങ്ങളാൽ നിശ്ചയിച്ച വിവാഹം മാറ്റിവെക്കേണ്ടി വരും. പകർച്ചവ്യാധി പിടിപെടാനുള്ള സാധ്യതയുമുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം. ഉപരിപഠനത്തിനുള്ള ശ്രമം ഗുണകരമാകും. സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ മേഖലയിൽ പുരോഗതി ദൃശ്യമാകും. ചിങ്ങം, ധനു, മീനം എന്നീ മാസങ്ങൾ കൂടുതൽ ഗുണകരമാണ്. മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക. ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും അനുഭവത്തിൽ വരുന്നത്. തൊഴിൽ മേഖലയിൽ തടസ്സങ്ങൾ നേരിടും. വസ്തുവകകൾ വിൽപ്പന നടത്തും. പുതിയ വാഹനം അധീനതയിൽ വരും. വിലപിടിപ്പുള്ള വസ്തു അന്യാധീനപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. പൊതുവെ സാമ്പത്തിക ഞെരുക്കവും ശാരീരികമായി ചില അസ്വസ്ഥതകളും അനുഭവപ്പെട്ടേക്കാം. ജീവിത നിലവാരം ഉയരും. എങ്കിലും അമിതമായ സാമ്പത്തിക ചെലവുകളും ഉണ്ടായേക്കാം. പ്രവൃത്തികൾക്കും പ്രയത്നങ്ങൾക്കും അനുഭവബലം കുറയും. കുടുംബത്തിൽ വിവാഹാദി മംഗളകർമ്മങ്ങൾ നടക്കും. ആശയവിനിമയങ്ങളിൽ അപാകതകൾ ഉണ്ടാകാം. ശത്രുക്കളുടെ ശല്യം വർദ്ധിക്കും. തസ്കര ശല്യത്തിനും സാധ്യതയുണ്ട്. ആശുപത്രിവാസത്തിനും യോഗമുണ്ട്. സ്ത്രീജനങ്ങളുമായി കലഹിക്കാൻ ഇടയുണ്ട്. ഭാരിച്ച ചുമതലകൾ ഏറ്റെടുക്കേണ്ടി വരും. ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ യഥാസമയം പൂർത്തിയാക്കാൻ കഴിയാതെ വരും. ജീവിതത്തിൽ അടുക്കും ചിട്ടയും നഷ്ടപ്പെടും. പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ കഴിയും. വിജയപ്രതീക്ഷകൾ സഫലമാകും. തിരഞ്ഞെടുപ്പുകളിൽ വിജയിക്കും. വ്യവഹാരങ്ങളിൽ വിജയമുണ്ടാകും. വീട് പുതുക്കിപ്പണിയും. അപ്രതീക്ഷിതമായി ധനാഗമ മാർഗങ്ങൾ തുറന്നു കിട്ടും. പിതൃസ്വത്ത് അനുഭവയോഗ്യമാകും. പൊതുപ്രവർത്തകർക്ക് അനുകൂല സമയമാണ്. സത്കീർത്തിയും സജ്ജന ബഹുമതിയും വന്നുചേരും. ആത്മവിശ്വാസവും ആത്മസംതൃപ്തിയും അനുഭവപ്പെടും. പ്രവർത്തനശൈലിയിൽ കാലോചിതമായ മാറ്റങ്ങൾ വരുത്തും. ജന്മസിദ്ധമായ കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരം ഉണ്ടാകും.
ഉദ്യോഗസ്ഥർക്ക് അനുകൂല സമയമാണ്. സ്ഥാനക്കയറ്റമോ സ്ഥലം മാറ്റമോ പ്രതീക്ഷിക്കാം. കലാകാരന്മാർക്കും ഡോക്ടർമാർക്കും പേരും പെരുമയും വർദ്ധിക്കും. സൈനിക മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ജോലിഭാരം കൂടും. യാത്രാവേളകളിൽ വിലപ്പെട്ട വസ്തുക്കളോ ധനമോ നഷ്ടപ്പെട്ടേക്കാം. അയൽക്കാരുമായുള്ള തർക്കങ്ങൾ വ്യവഹാരത്തിൽ കലാശിക്കും. അന്യദേശത്തോ വിദേശത്തോ ജോലി ചെയ്യുന്നവർ നാട്ടിൽ തിരിച്ചെത്തും. രോഗികൾക്ക് ചികിത്സ ഫലിക്കും. യുവജനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകും. വിദ്യാർത്ഥികൾ പഠനത്തിൽ അലസത കാണിക്കും. സ്ത്രീജനങ്ങൾക്ക് മനസ്സമാധാനം കുറയും. സ്വയം തൊഴിൽ മേഖലയിൽ ഗുണം കുറയും. മിഥുനം, ചിങ്ങം, ധനു, മീനം എന്നീ മാസങ്ങൾ ഗുണകരമാണ്. ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുക. അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി യഥാശക്തി വഴിപാടുകൾ നടത്തുക. വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തുലാക്കൂറുകാർക്ക് ഗുണം കുറഞ്ഞും വൃശ്ചികക്കൂറുകാർക്ക് ഗുണം കൂടുതലും ഉള്ള സമയമാണ്. കർമ്മരംഗത്ത് തടസ്സങ്ങൾ നേരിടാം. ഭൂമിയിൽ നിന്നുള്ള വരുമാനം വർദ്ധിക്കും. കളവ് പോയ മുതൽ തിരികെ ലഭിക്കും. ഗുരു കാരണവരന്മാരിൽ നിന്ന് അനുഗ്രഹം ലഭിക്കും. ആരോഗ്യപരമായി ചില പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. തൊഴിൽ മേഖലയിലും സാമ്പത്തിക രംഗത്തും ഗുണമുണ്ടാകും. സന്തോഷവും സംതൃപ്തിയുമുള്ള ഒരു ജീവിതം നയിക്കാൻ അവസരമുണ്ടാകും. കൂടുതൽ സൗകര്യമുള്ള ഗ്രഹം വാങ്ങി താമസിച്ചു തുടങ്ങും. തൊഴിൽ മേഖലയിൽ അവിചാരിതമായി പുരോഗതി ദൃശ്യമാകും. സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും അനുഭവപ്പെടും. ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കാൻ കഴിയും. വർഷം അവസാനത്തോടെ വിദേശ ഉദ്യോഗത്തിന് ഭാഗ്യം തെളിയും. അസാധ്യമെന്ന് തോന്നുന്ന പലതും നിഷ്പ്രയാസം സാധ്യമാകും. നിരവധി കാര്യങ്ങൾ നിഷ്കർഷയോടെ ചെയ്തു തീർക്കും. ഭൂമി കൈമാറ്റം ചെയ്യുന്നതിൽ നഷ്ടങ്ങൾ സംഭവിക്കാം. അസാധാരണ വ്യക്തിത്വമുള്ളവരുമായി സൗഹൃദം സ്ഥാപിക്കും. സ്വപ്നത്തിൽ ദർശിച്ച കാര്യങ്ങൾ അനുഭവത്തിൽ വരും. സർക്കാർ ഉദ്യോഗത്തിന് ശ്രമിക്കുന്നവർക്ക് ഉദ്യോഗം ലഭിച്ചേക്കും. സഹകരണ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ജോലിസ്ഥിരത ഉണ്ടാകും. ക്ഷേത്ര ജീവനക്കാർക്കും നിയമമേഖലയിലുള്ളവർക്കും അവസരം അനുകൂലമാണ്. വിദേശത്ത് ജോലിയുള്ളവർക്ക് തൊഴിൽ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഓഹരി വിപണിയിൽ ലാഭം വർദ്ധിക്കും. സ്ത്രീജനങ്ങൾ മുഖേന അപമാനിതരാകാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും അനുകൂല സമയമാണ്. ശാസ്ത്രജ്ഞന്മാർ ബഹുമതിയും പ്രശസ്തിയും ആർജിക്കും. സ്ത്രീകൾക്ക് ജോലിയിൽ പ്രമോഷനും സ്ഥലമാറ്റവും ഉണ്ടാകും. ചിങ്ങം, ധനു, മീനം എന്നീ മാസങ്ങൾ കൂടുതൽ ഗുണകരമാണ്. മഹാവിഷ്ണുവിനെയും അയ്യപ്പനെയും പ്രാർത്ഥിക്കുക. അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലത്തിൽ ഗുണാധിക്യം കൂടുതൽ ഉള്ള സമയമാണ്. കർമ്മരംഗത്ത് അഭിവൃദ്ധി ഉണ്ടാകും. സാമ്പത്തികമായി സമയം അനുകൂലമാണ്. സർവ്വകാര്യങ്ങളിലും വിജയവും സമാധാനവും അനുഭവയോഗ്യമാകും. വളരെ കാലമായി വെച്ചു പുലർത്തിയ ആഗ്രഹങ്ങൾ സാധിക്കും. പുതിയ വാഹനങ്ങൾ അധീനതയിലാകും. നിരവധി ചുമതലകൾ ഏറ്റെടുക്കേണ്ടതായി വരും. സാഹിത്യ രചനയിലൂടെ ജനശ്രദ്ധ പിടിച്ചുപറ്റും. മത്സരങ്ങളിൽ വിജയിക്കും. പ്രതിഭാ സംഗമത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കും. സാംസ്കാരിക രംഗത്ത് അവസരങ്ങൾ വന്നുചേരും. സമൂഹമധ്യത്തിൽ ഉന്നത സ്ഥാനം അലങ്കരിക്കും. തൊഴിൽ മേഖലയിൽ മാറ്റങ്ങൾ സംഭവിക്കും. തൊഴിലിൽ നിന്ന് കൂടുതൽ വരുമാനം ഉണ്ടാകും. സൈനിക മേഖലയിൽ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിനുള്ള അവസരം വന്നുചേരും. വിദേശയാത്രയ്ക്ക് സാധ്യതയുണ്ട്. ഏജൻസി മേഖലയിൽ ഉള്ളവർക്ക് അനുകൂല സമയമാണ്. ദാമ്പത്യബന്ധം സുദൃഢമാകും. പ്രണയങ്ങൾ വിവാഹത്തിൽ കലാശിക്കും. പുതിയ വീട് വാങ്ങുകയോ നിർമ്മിക്കുകയോ ചെയ്യും. വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കും. ഏറ്റെടുത്ത കരാറുകൾ സമയബന്ധിതമായി ചെയ്തു തീർക്കും. അതുല്യ പ്രതിഭകളുമായി ആത്മബന്ധം ഉണ്ടാകും. ജീവിതഗതിക്ക് വ്യക്തമായ വഴിത്തിരിവ് ഉണ്ടാകുന്നതാണ്. കോടതി വിധികൾ അനുകൂലമാകും. വിദ്യാർത്ഥികൾക്ക് ഉയർച്ചയുണ്ടാകും. സ്ത്രീകൾക്ക് കുടുംബസൗഖ്യം അനുഭവപ്പെടും. വിവാഹാലോചനകളിൽ നല്ല തീരുമാനമാകും. ആരോഗ്യകാര്യങ്ങൾ ഗുണകരമാണ്. മേടം, കന്നി, മകരം എന്നീ മാസങ്ങൾ കൂടുതൽ ഗുണകരമാണ്. അയ്യപ്പനെ പ്രാർത്ഥിക്കുക. ശനിയാഴ്ച ശാസ്താ ക്ഷേത്ര ദർശനം നടത്തി നീരാഞ്ജനം നടത്തുക. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗുണാനുഭവങ്ങൾ കൂടുതൽ ലഭിക്കുന്ന വർഷമാണ്. കർമ്മരംഗത്ത് അഭിവൃദ്ധി ഉണ്ടാകും. കുടുംബസൗഖ്യം അനുഭവപ്പെടും. സാമ്പത്തിക രംഗം വളരെ അനുകൂലമാണ്. മുൻപ് ചെയ്ത പല കാര്യങ്ങൾക്കും ഗുണം ലഭിച്ചു തുടങ്ങും. ചില ആരോഗ്യ പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട്. വാണിജ്യരംഗം പൊതുവെ തൃപ്തികരമായിരിക്കും. ചില പ്രധാനപ്പെട്ട രേഖകളിൽ ഒപ്പുവയ്ക്കേണ്ടി വരും. തൊഴിൽ മേഖലയിൽ
ഉള്ള അനിശ്ചിതാവസ്ഥയെ അതിജീവിക്കും. ഭാഗ്യ അന്വേഷികൾക്ക് സമയം അനുകൂലമാണ്. ചിട്ടിയിലും ലോട്ടറിയിലും ഭാഗ്യം തുണയാകും. ആത്മീയ ചിന്തയിലും സേവന പ്രവർത്തനങ്ങളിലും വ്യാപൃതരാകും. പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാനുള്ള ആർജവം ഉണ്ടാകും. പൊതുപ്രവർത്തന രംഗത്ത് ശ്രദ്ധിക്കപ്പെടും. സമൂഹത്തിൽ മാന്യത നേടും. ഏറ്റെടുക്കുന്ന ദൗത്യങ്ങൾ വിജയിപ്പിക്കുവാൻ കഴിയും. സഹപ്രവർത്തകരുടെ സഹായവും സഹകരണവും ഉണ്ടാകും. വിനോദയാത്രകൾക്ക് അവസരമുണ്ടാകും. തൊഴിൽ തേടുന്നവർക്ക് അവസരം അനുകൂലമാണ്. അന്യദേശവാസത്തിന് സാധ്യതയുണ്ട്. ഓഹരി വിപണിയിൽ പ്രതീക്ഷിച്ച ലാഭം ലഭിക്കണം എന്നില്ല. യുവജനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകും. വിദ്യാർത്ഥികൾക്ക് അലസതയും ഉദാസീനതയും ഉണ്ടാകും. എങ്കിലും പരീക്ഷകളിൽ വിജയിക്കാൻ കഴിയും. ഉപരിപഠനത്തിന് അവസരം ലഭിക്കും. സ്ത്രീകൾക്ക് കർമ്മരംഗത്ത് അഭിവൃദ്ധി ഉണ്ടാകും. പാരിതോഷികങ്ങൾ ലഭിക്കും. മേടം, കന്നി, മകരം എന്നീ മാസങ്ങൾ കൂടുതൽ ഗുണകരമാണ്. നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി ശനീശ്വര മന്ത്രം ജപിക്കുക. മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആദ്യത്തെ 8 മാസം ഗുണം കുറവാണ്. എങ്കിലും പിന്നീടുള്ള 4 മാസം വളരെ നല്ല സമയമാണ്. കർമ്മരംഗത്ത് അസ്വസ്ഥതയും സാമ്പത്തിക നഷ്ടവും സംഭവിക്കും. ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട്. കർമ്മസ്ഥിരതയും മനസ്സന്തോഷവും അനുഭവപ്പെടും. പ്രവർത്തന മേഖലയിൽ ക്രമാനുഗതമായ വളർച്ച ഉണ്ടാകും. ഗൗരവമുള്ള കാര്യങ്ങൾ ലാഘവത്തോടുകൂടി കൈകാര്യം ചെയ്യാൻ സാധിക്കും. സുഹൃത്തുക്കൾ മുഖേന പുതിയ തൊഴിൽ അവസരത്തിന് വഴിയൊരുങ്ങും. അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ കഴിയും. ചെയ്യുന്ന പ്രവൃത്തിക്ക് അർഹമായ അംഗീകാരം ലഭിക്കും. പഴയ ഗൃഹോപകരണങ്ങൾ മാറ്റിവാങ്ങും. വീട്ടിൽ തസ്കരശല്യം ഉണ്ടായേക്കാം. സന്താനങ്ങൾ മുഖേന ധനനഷ്ടം സംഭവിക്കാം. സ്ത്രീകൾ മുഖേന മാനഹാനിക്കും സാധ്യതയുണ്ട്. പുതിയ വാഹനങ്ങൾ വാങ്ങും. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ലാഭം വർദ്ധിക്കും. ഹോട്ടൽ ബിസിനസ്സിൽ ഗുണം കുറയും. സ്റ്റേഷനറി കച്ചവടക്കാർക്ക് നല്ല കച്ചവടം ലഭിക്കും. കൃഷിക്കാർക്ക് നഷ്ടങ്ങൾ സംഭവിക്കാം. രാഷ്ട്രീയ സാമൂഹിക രംഗത്തുള്ളവർക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കും. ബാങ്ക് ജീവനക്കാർക്ക് സ്ഥലമാറ്റമുണ്ടാകും. സിനിമ, സീരിയൽ മേഖലയുമായി ബന്ധപ്പെട്ടവർക്ക് ധനവും പ്രശസ്തിയും വർദ്ധിക്കും. ഉദ്യോഗസ്ഥർക്ക് ഉത്തരവാദിത്വങ്ങൾ കൂടും. ഉദ്യോഗ കയറ്റമോ സ്ഥലം മാറ്റമോ ഉണ്ടാകും. കലാ കായിക രംഗങ്ങളിലുള്ളവർക്ക് വിദഗ്ധ പരിശീലനം ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് ശ്രദ്ധക്കുറവും ഉദാസീനതയും വർദ്ധിക്കും. യുവജനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകും. സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ മേഖലയിൽ നഷ്ടം സംഭവിക്കും. ജോലിയിൽ ഗുണമുണ്ടാകും. ഇടവം, തുലാം, കുംഭം എന്നീ മാസങ്ങൾ കൂടുതൽ ഗുണകരമാണ്. മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക. വിഷ്ണു സഹസ്രനാമം ജപിക്കുക. പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു വർഷമാണ്. സാമ്പത്തിക ഗുണം കുറയും. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. എങ്കിലും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും അനുഭവപ്പെടും. ഏപ്രിൽ മാസം ആകുന്നതോടുകൂടി കാര്യങ്ങൾ വളരെ അനുകൂലമാകുന്നതാണ്. ഭൂമി ഇടപാടുകളിൽ ലാഭമുണ്ടാകും. മാർഗതടസ്സങ്ങൾ നീങ്ങി ഉദ്ദിഷ്ടകാര്യങ്ങൾ സാധ്യമാകും. സ്ഥാനപ്രാപ്തിയും സജ്ജന സംസർഗവും പ്രതീക്ഷിക്കാവുന്നതാണ്. കൂട്ടു ബിസിനസ്സിൽ ലാഭം വർദ്ധിക്കും. അവിചാരിതമായി ചെലവുകളും വന്നുകൂടും. ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂല സാഹചര്യങ്ങളും അംഗീകാരവും ലഭിക്കും. നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കുവാൻ സാധിക്കും. കാര്യനിർവഹണ ശക്തിയും ആത്മവിശ്വാസവും വർദ്ധിക്കും. സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണും. നിർത്തിവെച്ച കർമ്മപദ്ധതികൾ പുനരാരംഭിക്കും. ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും സഫലമാകും. തൊഴിൽ മേഖലയിൽ നിന്ന് സാമ്പത്തിക നേട്ടം ഉണ്ടാകും. പൊതുപ്രവർത്തകർക്ക് പേരും പ്രശസ്തിയും വർദ്ധിക്കും. സൈനിക മേഖലയിലുള്ളവർക്ക് പ്രൊമോഷനും സ്ഥലം മാറ്റവും പ്രതീക്ഷിക്കാം. കാർഷിക മേഖലയിൽ ആദായം കുറയും. യാത്രകൾ കൊണ്ട് കാര്യലാഭവും ധനലാഭവും ഉണ്ടാകും. വിവാഹപ്രായമായ പെൺകുട്ടികൾ സുമംഗലികളാകും. ആഡംബരങ്ങൾക്ക് വേണ്ടിയും ഗൃഹോപകരണങ്ങൾക്ക് വേണ്ടിയും പണം ചെലവഴിക്കും. വ്യവസായികൾക്ക് തൊഴിൽ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. കോടതി വ്യവഹാരങ്ങൾ നീണ്ടുപോകും. വിദ്യാർത്ഥികൾക്ക് കലാമത്സരങ്ങളിലും ഇൻ്റർവ്യൂകളിലും പരീക്ഷകളിലും വിജയം വരിക്കും. സ്ത്രീകൾക്ക് കുടുംബസുഖവും കലാപരമായ അഭിവൃദ്ധിയും ഉണ്ടാകുന്നതാണ്. ഇടവം, തുലാം, കുംഭം എന്നീ മാസങ്ങൾ കൂടുതൽ ഗുണകരമാണ്. ഗണപതിയെ പ്രാർത്ഥിക്കുക. ഗണപതി ഹോമം നടത്തുക. ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക്
ധനുക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രവും മകരക്കൂറുകാർക്ക് ഏറെ ഗുണകരവുമാണ്. തൊഴിൽ മേഖലയിൽ അഭിവൃദ്ധി ഉണ്ടാകും. വരുമാനത്തിൽ വർധനവുണ്ടാകും. കുടുംബസുഖം അനുഭവപ്പെടും. സമൂഹത്തിൽ ഉന്നതരുമായി സൗഹൃദം സ്ഥാപിക്കുവാൻ കഴിയും. ഏറ്റെടുക്കുന്ന കരാർ ജോലികൾ സമയബന്ധിതമായി പൂർത്തിയാക്കും. കർമ്മരംഗത്ത് ക്രമാനുഗതമായ വളർച്ചയും സാമ്പത്തിക നേട്ടവും ഉണ്ടാകും. ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കും അനുകൂല സാഹചര്യം ഉണ്ടാകും. രോഗികൾക്ക് ചികിത്സ ഫലിക്കും. വ്യവഹാരത്തിൽ വിജയമുണ്ടാകും. ഉദ്യോഗാർത്ഥികൾക്ക് പഠനത്തിന് അനുസൃതമായി ജോലി ലഭിക്കും. ആഗ്രഹിച്ച പോലെ സന്താനഭാഗ്യം ലഭിക്കും. ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ പരാജയപ്പെടുത്താൻ കഴിയും. രാഷ്ട്രീയ രംഗത്തുള്ളവർ നേതൃസ്ഥാനത്തേക്ക് ഉയർത്തപ്പെടും. പൊതുപ്രവർത്തകർ മറ്റുള്ളവരുടെ ആദരവിന് പാത്രമാകും. ഉദ്യോഗസ്ഥർക്കും ബാങ്ക് ജീവനക്കാർക്കും പ്രൊമോഷൻ ലഭിക്കും. പലതരം സുഖഭോഗങ്ങൾ അനുഭവിക്കാൻ ആകും. ഓഹരികളിലും ഷെയറുകളിലും നിന്ന് വരുമാനം വർദ്ധിക്കും. കെമിസ്റ്റുകൾക്കും ഗവേഷണ വിദ്യാർത്ഥികൾക്കും അവസരം അനുകൂലമാണ്. മീഡിയ പ്രവർത്തകർക്കും എഴുത്തുകാർക്കും അനുകൂല സമയമാണ്. വിദേശയാത്ര ഉദ്ദേശിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ അവസരം ലഭിക്കും. പ്രണയങ്ങൾ വിവാഹത്തിൽ കലാശിക്കും. വിദ്യാർത്ഥികൾക്ക് മികച്ച വിജയവും പ്രശംസാപത്രങ്ങളോ സമ്മാനങ്ങളോ ലഭിക്കും. ഉപരിപഠനത്തിന് ഉദ്ദേശിക്കുന്ന വിഷയത്തിൽ പ്രവേശനം ലഭിക്കും. സ്ത്രീകൾക്ക് മനസ്സമാധാനക്കുറവും സാമ്പത്തിക അഭിവൃദ്ധിയും ഉണ്ടാകും. ദൂരദേശത്തുള്ളവർക്ക് വീട്ടിൽ വന്നു പോകാൻ സാധിക്കും. മിഥുനം, കന്നി, വൃശ്ചികം, മീനം എന്നീ മാസങ്ങൾ കൂടുതൽ ഗുണകരമാണ്. അയ്യപ്പനെയും ശിവനെയും പ്രാർത്ഥിക്കുക. തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗുണാനുഭവങ്ങൾ ഏറെ ലഭിക്കുന്ന വർഷമാണ്. കർമ്മഗുണവും ആരോഗ്യഗുണവും ഉണ്ടാകും. കർമ്മരംഗത്ത് ക്രമാനുഗതമായ വളർച്ചയും സാമ്പത്തിക നേട്ടവും ഉണ്ടാകും. ഭൂമിയിൽ നിന്നും വാഹനങ്ങളിൽ നിന്നും വരുമാനം വർദ്ധിക്കും. സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിനുള്ള അവസരം ഉണ്ടാകും. താൽക്കാലികമായി ജോലിയിൽ പ്രവേശിച്ചവർക്ക് സ്ഥിര നിയമനം ആകും. സന്താനഗുണവും ഭാഗ്യപുഷ്ടിയും കുടുംബത്തിൽ സൗഖ്യവും അനുഭവപ്പെടും. സുപ്രധാനമായ കാര്യങ്ങളിൽ അനുകൂല തീരുമാനം ആകും. അവിചാരിതമായി ചെലവുകൾ വന്നുകൂടും. ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂല സാഹചര്യങ്ങളും അംഗീകാരവും ലഭിക്കും. ഏജൻസി പരസ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് സമയം അനുകൂലമാണ്. സിനിമ, നാടകം എന്നീ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ തന്ത്രപൂർവ്വം പരിഹരിക്കും. പൂർവിക സ്വത്ത് കൈവശം വന്നുചേരും. നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കാൻ കഴിയും. സമൂഹത്തിൽ സ്വാധീനം വർദ്ധിക്കും. സങ്കീർണമായ പ്രശ്നങ്ങൾക്കും ശാശ്വത പരിഹാരമാകും. ജീവിതഗതിയിൽ തന്നെ മാറ്റങ്ങൾ സംഭവിക്കും. കരാറ് ജോലികൾ തടസ്സം കൂടാതെ തുടരും. ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും സഫലമാകും. തൊഴിൽ മേഖലയിൽ നിന്ന് സാമ്പത്തിക നേട്ടം ഉണ്ടാകും. പ്രവർത്തന ശൈലിയിൽ കാലോചിതമായ മാറ്റങ്ങൾ വരുത്തും. വിദ്യാർത്ഥികൾക്ക് കായികകല മത്സരങ്ങൾ, ഇൻ്റർവ്യൂ, പരീക്ഷകൾ എന്നിവയിൽ മികച്ച വിജയം കൈവരിക്കാൻ സാധിക്കും. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതി ദൃശ്യമാകും. സ്ത്രീകൾക്ക് തൊഴിൽ മേഖലയിൽ സമാധാനവും സാമ്പത്തിക അഭിവൃദ്ധിയും ഉണ്ടാകും. കലാരംഗങ്ങളിൽ ശോഭിക്കാൻ കഴിയും. മിഥുനം, കന്നി, വൃശ്ചികം, മീനം എന്നീ മാസങ്ങൾ കൂടുതൽ ഗുണകരമാണ്. ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുക. അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മകരക്കൂറുകാർക്ക് വളരെ ഗുണകരവും കുംഭക്കൂറുകാർക്ക് സാമാന്യ ഗുണവും അനുഭവപ്പെടും. പുതിയ ജോലി ലഭിക്കാനുള്ള അവസരം ഉണ്ടാകും. ബിസിനസ് രംഗത്ത് അഭിവൃദ്ധി ഉണ്ടാകും. കൂട്ടുകച്ചവടത്തിൽ നിന്ന് പിന്മാറും. കുടുംബസ്വത്ത് ഭാഗം വെച്ച് കിട്ടും. വ്യവഹാരത്തിൽ വിജയമുണ്ടാകും. പല കാര്യങ്ങൾക്കും അനുകൂല സാഹചര്യവും വിജയവും ഉണ്ടാകും. മുടങ്ങിപ്പോയ പല കാര്യങ്ങളും പുനരാരംഭിക്കും. സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമാകും. സന്താനഭാഗ്യത്തിന് കാത്തിരിക്കുന്നവർക്ക് അതിനുള്ള ഭാഗ്യം ലഭിക്കും. സ്ത്രീജനങ്ങൾ മുഖേന അപമാനിതരാകാൻ സാധ്യതയുണ്ട്. ഓഹരി വിപണിയിൽ നഷ്ടം സംഭവിക്കും. കൂടുതൽ മുതൽ മുടക്കിന് ഈ വർഷം അനുകൂലമല്ല. സമയബന്ധിതമായി ചെയ്തു തീർക്കാനുള്ള പദ്ധതികൾ ലക്ഷ്യപ്രാപ്തി നേടും. കുടുംബസമേതം വിശേഷപ്പെട്ട ദേവാലയങ്ങൾ സന്ദർശിക്കാൻ അവസരമുണ്ടാകും. ഉദ്യോഗസ്ഥർക്ക് പ്രൊമോഷന് കാലതാമസം നേരിടും. തൊഴിൽ തേടുന്നവർക്ക് ജോലിയിൽ പ്രവേശിക്കാൻ കഴിയും. വിഷമം പിടിച്ച കാര്യങ്ങൾ ഈശ്വരാനുഗ്രഹത്താൽ അനുകൂലമാകും. വർഷം അവസാനം വിദേശയാത്രയ്ക്കുള്ള സാഹചര്യം ഉണ്ടായേക്കും. വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിലിൽ ചില തടസ്സങ്ങൾ നേരിടാം. സ്ത്രീകൾക്ക് കലാരംഗങ്ങളിൽ വിജയിക്കാനും സമ്മാനങ്ങൾ നേടാനും അവസരമുണ്ടാകും. കർക്കിടകം, തുലാം, ധനു എന്നീ മാസങ്ങൾ കൂടുതൽ ഗുണകരമാണ്.
ശനിയാഴ്ച ശാസ്താ ക്ഷേത്ര ദർശനം നടത്തി നീരാഞ്ജനം നടത്തുക. ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുക. ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാകും അനുഭവത്തിൽ വരിക. കച്ചവട രംഗത്ത് ഗുണം കുറയും, എന്നാൽ ജോലിയിൽ ഗുണം കൂടും. കുടുംബത്തിൽ സമാധാനം പുലരും. ആരോഗ്യം അത്ര ഗുണകരമായിരിക്കില്ല. കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കും, എങ്കിലും അനുഭവ ഫലങ്ങൾ കുറയും. ഏറ്റെടുത്ത ദൗത്യം വിജയത്തിലെത്തിക്കുവാൻ അമിത പ്രയത്നം വേണ്ടിവരും. പണം കടം കൊടുക്കുവാനും കടം വാങ്ങുവാനും ജാമ്യം നിൽക്കുവാനും പറ്റിയ സമയമല്ല. തൊഴിൽ മേഖലയിൽ സമ്മർദ്ദം വർദ്ധിക്കും. മാതാപിതാക്കളുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കും. കലാകായിക മത്സരങ്ങളിലും ലോട്ടറിയിലും സമ്മാന പദ്ധതികളിലും നേട്ടമുണ്ടാകും. ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റവും സ്ഥാനചലനവും ഉണ്ടാകും. മാർഗതടസ്സങ്ങളെ അതിജീവിച്ച് കാര്യവിജയം സാധ്യമാകും. കുടുംബജീവിതത്തിൽ ആഹ്ലാദകരമായ അന്തരീക്ഷം സംജാതമാകും. സഹോദരങ്ങളിൽ നിന്ന് വേണ്ടത്ര ഗുണം കിട്ടിയെന്ന് വരില്ല. കൂട്ടു ബിസിനസ്സിൽ നിന്ന് പിന്മാറി സ്വന്തമായി ബിസിനസ് തുടങ്ങും. വാഹനം ഉപയോഗത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം. സമൂഹത്തിലെ ഉന്നതരുമായി സൗഹൃദം സാധ്യമാകും. ജ്യോതിഷവും പൂജാപരമായ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നവർക്ക് അനുകൂല സമയമാണ്. രാഷ്ട്രീയ പ്രവർത്തകർക്കും അനുകൂല സമയമാണ്. അസ്ഥിവാത രോഗങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾ പരീക്ഷയിൽ ഉന്നത വിജയം നേടും. സ്ത്രീകൾക്ക് കുടുംബത്തിൽ പല പ്രയാസങ്ങളും അനുഭവപ്പെടും. സാമ്പത്തിക നഷ്ടങ്ങളും ഉണ്ടായേക്കാം. മേടം, കർക്കിടകം, ധനു എന്നീ മാസങ്ങൾ കൂടുതൽ ഗുണകരമാണ്. വേട്ടയ്ക്കൊരു മകനെ പ്രാർത്ഥിക്കുക. പൂരുരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ ഗുണം കുറഞ്ഞ വർഷമാണ്. ജോലിയിൽ സ്ഥലം മാറ്റത്തിനും ആരോഗ്യഹാനിക്കും സാമ്പത്തിക ഞെരുക്കത്തിനും സാധ്യതയുണ്ട്. ആശയവിനിമയങ്ങളിൽ അബദ്ധങ്ങൾ കടന്നുകൂടാം. പരിഹാസ വചനങ്ങൾ കേൾക്കാൻ ഇടവരും. ഉദ്യോഗം ഉപേക്ഷിച്ച് സ്വയം തൊഴിൽ മേഖലയിൽ പണമുടക്കും. ഭൂമി വിൽപ്പനയിൽ ലാഭമുണ്ടാകും. വിദേശവാസത്തിനും യോഗമുണ്ട്. സാഹിത്യ രചനകളിലൂടെ ജനശ്രദ്ധ നേടും. രാഷ്ട്രീയ രംഗത്തുള്ളവർ കൂറുമാറും. തൊഴിൽ സംബന്ധമായ യാത്രകൾ വേണ്ടിവരും. സന്താനങ്ങൾക്കായി കാത്തിരിക്കുന്നവർക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടാകും. പൂർവിക സ്വത്ത് കൈവശം വന്നുചേരും. അർഹപ്പെട്ട സ്വത്തുവകകൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ആഗ്രഹങ്ങൾ സഫലമാകും. പല കാര്യങ്ങളിലും തടസ്സങ്ങൾ നേരിട്ടാലും അത് തരണം ചെയ്യാൻ കഴിയും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പണവും പ്രശസ്തിയും വർദ്ധിക്കും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് അനുകൂല സമയമാണ്. ഓഹരി വിപണിയിൽ നഷ്ടം സംഭവിക്കും. അയൽക്കാരുമായി ചില തർക്കങ്ങൾ ഉണ്ടാകാം. സ്ത്രീകൾ മുഖേന അപമാനിതരാകും. സുഹൃത്തുക്കളിൽ നിന്നുള്ള സഹായ സഹകരണങ്ങൾ കുറയും. ഉദ്യോഗസ്ഥർക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. പണയ വസ്തുക്കൾ തിരിച്ചെടുക്കും. വിദ്യാർത്ഥികൾക്ക് അകാരണ ഭയവും ഉദാസീന മനോഭാവവും ആയിരിക്കും. സ്ത്രീകൾക്ക് മനസ്സമാധാനക്കുറവും വിവാഹ തടസ്സത്തിനും സാധ്യതയുണ്ട്. മേടം, കർക്കിടകം, ധനു എന്നീ മാസങ്ങൾ കൂടുതൽ ഗുണകരമാണ്. മഹാവിഷ്ണുവിനെയും അയ്യപ്പനെയും പ്രാർത്ഥിക്കുക. ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അനുഭവഫലം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. കച്ചവടത്തിൽ നഷ്ടം, ശാരീരിക ക്ഷീണം എന്നിവ അനുഭവപ്പെടാം. മനസ്സുഖവും കർമ്മഗുണവും ഉണ്ടാകും. ഏപ്രിൽ കഴിയുന്നതോടെ കാര്യങ്ങളിൽ ഗുണകരമായ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. സ്വന്തക്കാരും ബന്ധുക്കാരും വിരോധികളാകും. സമൂഹത്തിലെ ഉന്നതരുമായി സൗഹൃദം സ്ഥാപിക്കും. ജീവിത നിലവാരം ഉയർച്ചയിലെത്തും. ദാമ്പത്യ സുഖവും മനസ്സുഖവും അനുഭവപ്പെടും. വിദേശ ബന്ധമുള്ള വ്യാപാര വിപണന മേഖലയിൽ പണം നിക്ഷേപിക്കും. ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കും അംഗീകാരവും ബഹുമതിയും വന്നുചേരും. ഗുരു കാരണവന്മാരുടെ അനുഗ്രഹം ലഭിക്കും. വിദേശയാത്രാമോഹം സഫലമാകും. ഔദ്യോഗിക രംഗത്ത് മത്സരങ്ങൾ ഉണ്ടാകും. കലാകാരന്മാർക്ക് ധാരാളം അവസരങ്ങൾ ലഭിക്കും. പിതൃസ്ഥാനീയരിൽ നിന്ന് സഹായങ്ങൾ ഉണ്ടാകും. അനാവശ്യമായ ചെലവുകൾ വർദ്ധിക്കും. കടബാധ്യത വന്നു ചേർന്നേക്കാം. സഹോദരങ്ങളുമായി അഭിപ്രായ ഭിന്നത ഉണ്ടാകും. ഉദ്ദിഷ്ടകാര്യങ്ങൾ സാധ്യമാകും. തൊഴിൽ തേടുന്നവർക്ക് ഇഷ്ടപ്പെട്ട മേഖലയിൽ തൊഴിൽ ലഭിക്കും. പുതിയ വീട് നിർമ്മിച്ച് ഗൃഹപ്രവേശം നടത്തും. പ്രവർത്തന മികവിനും സാങ്കേതിക നേട്ടത്തിനും അത്യധ്വാനം വേണ്ടിവരും. ശത്രുശല്യങ്ങൾ ഈശ്വരാധീനം കൊണ്ട് മറികടക്കും. വ്യവസായ മേഖലയിൽ തൊഴിൽ പ്രശ്നങ്ങൾ ഉണ്ടായേക്കും. അന്യ സ്ത്രീകളുമായുള്ള ബന്ധത്തെ തുടർന്ന് വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് ഉദ്ദേശിച്ച വിഷയത്തിൽ അവസരം ലഭിക്കും.
സ്ത്രീകൾക്ക് ജോലി സ്ഥിരത, കുടുംബസൗഖ്യം, വിദ്യാവിജയം എന്നിവയും അനുഭവഫലങ്ങളാണ്. ഇടവം, ചിങ്ങം, മകരം എന്നീ മാസങ്ങൾ കൂടുതൽ ഗുണകരമാണ്. മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക. രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ ഗുണാധിക്യമുള്ള വർഷമാണ്. കർമ്മത്തിൽ പുരോഗതി, ഗ്രഹനിർമ്മാണം, ഭൂമിലാഭം എന്നിവ പ്രതീക്ഷിക്കാം. നിർത്തിവെച്ച കർമ്മപദ്ധതികൾ പുനരാരംഭിക്കും. തൊഴിൽ മേഖലയുടെ സാഹചര്യം അനുസരിച്ച് താമസം മാറും. പ്രവർത്തന മണ്ഡലത്തിൽ ശത്രുക്കൾ വർദ്ധിക്കും. ദാനധർമാദികൾക്കായി പണം ചെലവഴിക്കും. സന്താനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകും. പുതിയ വാഹനം അധീനതയിൽ വരും. വ്യാപാര വിപണന മേഖലയിൽ പുരോഗതിയും സാമ്പത്തിക നേട്ടവും ഉണ്ടാകും. ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കും പ്രശസ്തിയും പദവിയും വന്നുചേരും. അകന്നു നിൽക്കുന്ന ദമ്പതിമാർക്ക് വീണ്ടും ഒരുമിക്കാനുള്ള അവസരമുണ്ടാകും. കുടുംബത്തിൽ ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കും. സഹോദരനുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കും. വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കും. പലതരം വിനോദയാത്രകളിൽ പങ്കെടുക്കും. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും. ബാങ്കിംഗ്, ട്രഷറി, റവന്യൂ, നിയമ മേഖലകളിലുള്ളവർക്ക് അനുകൂല സമയമാണ്. വിദേശ വ്യാപാരത്തിൽ മെച്ചമുണ്ടാകും. വ്യവസായ സ്ഥാപനങ്ങൾ ഉന്നതിയിലെത്തും. ലോട്ടറി പോലുള്ള ഭാഗ്യപരീക്ഷണങ്ങളിൽ ഭാഗ്യദേവത കടാക്ഷിക്കും. വിദേശ യാത്രയ്ക്കുള്ള ആഗ്രഹം സഫലമാകും. വിദ്യാർത്ഥികൾക്ക് ഉന്നത മാർക്കും ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയവും ഉണ്ടാകും. സ്ത്രീകൾക്ക് ജോലിയിൽ പ്രൊമോഷൻ ലഭിക്കും. നല്ല വിവാഹബന്ധം ലഭിക്കും. ഇടവം, ചിങ്ങം, മകരം എന്നീ മാസങ്ങൾ കൂടുതൽ ഗുണകരമാണ്. ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുക. ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്കോരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി. തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യുക.